ഈ വിജയവഴിയുടെ നിയമം ഓഹിയോയിലെ കാന്റൺ ഡെയിലി ന്യൂസിന്റെ മുൻ പ്രസാധകൻ അന്തരിച്ച ഡോൺ ആർ മെല്ലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം കോഴ്സിന്റെ രചയിതാവുമായി ഒരു പങ്കാളിത്തമുണ്ടാക്കുകയും കാന്റൺ ഡെയിലിയുടെ പ്രസാധക സ്ഥാനം രാജിവെക്കാനും രചയിതാവിന്റെ ബിസിനസ് കാര്യങ്ങളുടെ മാനേജ്മെന്റ് ഏറ്റെടുക്കാനും തയ്യാറാവുകയും ചെയ്തു. എന്നാൽ 1926 ജൂലൈ 16 അദ്ദേഹം കൊല്ലപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കോർപ്പറേഷന്റെ ബോർഡ് ചെയർമാനായിരുന്ന ജഡ്ജി എൽബർട്ട് എച്ച് ഗാരിയുമായി ചേർന്ന് സ്റ്റീൽ കോർപ്പറേഷനിലെ ഓരോ ജീവനക്കാരനും വേണ്ടി വിജയവഴിയുടെ നിയമം അവതരിപ്പിക്കാൻ മെല്ലറ്റ് ക്രമീകരണം ചെയ്തിരുന്നു. മൊത്തത്തിൽ ഏകദേശം $150,000 അതിനു വേണ്ടിവരുമായിരുന്നു. ജഡ്ജി ഗാരിയുടെ മരണം കാരണം ഈ പദ്ധതി നിർത്തിവച്ചു. എന്നാൽ വിജയത്തിന്റെ നിയമത്തിന്റെ രചയിതാവ് ശാശ്വതമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഇത് തെളിയിച്ചു. അത്തരമൊരു കോഴ്സിന്റെ മൂല്യം വിലയിരുത്താൻ ജഡ്ജി ഗാരി തയ്യാറായി. അദ്ദേഹം വിജയതത്വശാസ്ത്രം വിശകലനം ചെയ്യുകയും അതിൽ $150,000 എന്ന ഭീമമായ തുക നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തു എന്നത് ഈ പാഠ്യപദ്ധതിയുടെ ഫലപ്രാപ്തിയുടെ തെളിവാണ്. ഈ കോഴ്സിന്റെ പൊതുവായ ആമുഖത്തിൽ നിങ്ങൾക്ക് വ്യക്തമല്ലാത്ത ചില സാങ്കേതിക പദങ്ങൾ നിങ്ങൾ കാണും. അത് നിങ്ങളെ ശല്യപ്പെടുത്താൻ അനുവദിക്കാതിരിക്കുക. ഈ പദങ്ങളെ മനസ്സിലാക്കാൻ ആദ്യ വായനയിൽ നിങ്ങൾ ശ്രമിക്കരുത്. കോഴ്സിന്റെ ബാക്കി ഭാഗം വായിക്കുന്നതോടെ അവ നിങ്ങൾക്ക് വ്യക്തമാവും. ഈ ആമുഖം മുഴുവനും കോഴ്സിന്റെ മറ്റ് പാഠങ്ങളുടെ പശ്ചാത്തലമായി മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങളത് അങ്ങനെയാണ് വായിക്കേണ്ടത്. ഈ ആമുഖത്തിൽ നിങ്ങൾ പരീക്ഷകൾക്ക് വിധേയമാക്കപ്പെടില്ല. പക്ഷേ നിങ്ങളിത് പലതവണ വായിക്കണം. കാരണം ഓരോ വായനയിലും നിങ്ങൾക്ക് മുൻ വായനകളിൽ ലഭിക്കാത്ത ഒരു ചിന്തയോ ആശയമോ ലഭിക്കും. ഈ ആമുഖത്തിൽ മനഃശാസ്ത്രത്തിൽ പുതുതായി കണ്ടെത്തിയ നിയമത്തിന്റെ ഒരു വിവരണം നിങ്ങൾ കണ്ടെത്തും. അതെല്ലാ മികച്ച വ്യക്തിഗത നേട്ടങ്ങളുടെയും അടിത്തറയാണ്. ഈ നിയമത്തെ രചയിതാവ് മാസ്റ്റർ മൈൻഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ലഭിക്കുന്ന ഏത് ചുമതലയും നിറവേറ്റുന്നതിനായി സ്വയം സഖ്യമുണ്ടാക്കുന്ന 2 അതിലധികമോ ആളുകളുടെ സഹകരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത മനസ്സാണിത്. നിങ്ങൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജോലിയിൽ മാസ്റ്റർ മൈൻഡ് എന്ന ഈ നിയമം നിങ്ങൾക്ക് ലാഭകരമായി പരീക്ഷിക്കാം. 6-7 പേരടങ്ങുന്ന സംഘം വിൽപ്പനക്കാർ ഈ നിയമം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചതിലൂടെ അവരുടെ വിൽപ്പന അവിശ്വസനീയമായ അനുപാതത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് വിൽക്കുക എന്നത് ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീവിത പരിരക്ഷ പോലുള്ള ആവശ്യകതകളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇത് സത്യമായിരിക്കില്ല എന്ന് നാം കരുതുമ്പോഴും വാസ്തവത്തിൽ അത് അങ്ങനെയാണ്. ഇത് വസ്തുതയാണെങ്കിലും പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെ ഉദാഹരണമായി എടുക്കാം. അവരുടെ വിൽപ്പന കൂടുതലും ചെറിയ പോളിസികളാണ്. മാസ്റ്റർ മൈൻഡ് എന്ന നിയമം പരീക്ഷിക്കുന്നതിനായി ഒരു ചെറിയ സൗഹൃദ ഗ്രൂപ്പ് അവർ രൂപീകരിച്ചു. അതിന്റെ ഫലമായി പരീക്ഷണത്തിന്റെ ആദ്യ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിക്കും മുമ്പ് 1 വർഷം കൊണ്ട് വിറ്റതിനേക്കാൾ കൂടുതൽ ഇൻഷുറൻസ് വിൽക്കാൻ കഴിഞ്ഞു. മാസ്റ്റർ മൈൻഡ് എന്ന നിയമം എങ്ങനെ പ്രയോഗിക്കണമെന്ന് പഠിച്ച ബുദ്ധിമാന്മാരായ ലൈഫ് ഇൻഷുറൻസ് സെയിൽസ്മാൻമാരുടെ ഏതൊരു ചെറിയ ഗ്രൂപ്പിനും ഈ തത്വത്തിന്റെ സഹായത്തോടെ ഇത് നേടിയെടുക്കാൻ കഴിയും. അത്യധികം ശുഭാപ്തി വിശ്വാസിയും ഭാവനാസമ്പന്നനുമായ ഏതൊരു വ്യക്തിയുടെയും ഭാവനയെയും ഇത് അത്ഭുതപ്പെടുത്തും. ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ മറ്റ് ചരക്കുകളും വ്യക്തമായ സേവനങ്ങളും വിൽക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന വിൽപ്പനക്കാരുടെ മറ്റ് ഗ്രൂപ്പുകളെക്കുറിച്ചും ഇതുതന്നെ പറയാം. വിജയത്തിന്റെ നിയമത്തിലേക്കുള്ള ഈ ആമുഖം നിങ്ങൾ വായിക്കുമ്പോൾ ഇത് മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുക. ഈ ആമുഖത്തിന്റെ ശ്രദ്ധാപൂർണമായ പഠനം നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഗതിയും മാറ്റിമറിക്കും. നിങ്ങളുടെ തന്നെ കഴിവുകളെ വിൽക്കുന്ന കല. ബിസിനസിന്റെ വിജയത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് ആ ബിസിനസിന്റെ പിന്നിലെ വ്യക്തിത്വങ്ങളാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ പരിഷ്കരിച്ച് മെച്ചപ്പെടുത്തുന്നതിലൂടെ അവർ ബിസിനസിന്റെ ഉടമകൾക്ക് കൂടുതൽ താൽപ്പര്യമുള്ളവരായി തീരുകയും ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏതൊരു വലിയ നഗരത്തിലും ഒരാൾക്ക് സമാന സ്വഭാവമുള്ളതും ഒരേ വിലയുള്ളതുമായ ചരക്കുകൾ വിൽക്കുന്ന നിരവധി സ്റ്റോറുകളുണ്ട്. എങ്കിലും മറ്റുള്ളവയേക്കാളും കൂടുതൽ ബിസിനസ് നടത്തുന്ന ഒരു മികച്ച സ്റ്റോർ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും.
അതിനുള്ള കാരണം ആ കടയിൽ വരുന്ന വ്യക്തികളുമായി പ്രസാദാത്മകമായ സമ്പർക്കം പുലർത്തുന്ന വിൽപ്പനക്കാർ അവിടെ ഉണ്ടെന്നതാണ്. ആളുകൾ ചരക്കുകൾ പോലെ തന്നെ വ്യക്തിത്വങ്ങളെയും വാങ്ങുന്നു. ചരക്കുകളേക്കാൾ പലപ്പോഴും അവർ സമ്പർക്കം പുലർത്തുന്ന വ്യക്തിത്വങ്ങളാലാണ് അവർ കൂടുതൽ സ്വാധീനിക്കപ്പെടുക എന്നതാണ് സത്യം. ലൈഫ് ഇൻഷുറൻസിന് നിയമപരമായ ചില അടിത്തറകൾ ഉള്ളതിനാൽ ഇൻഷുറൻസ് ഏത് കമ്പനിയിൽ നിന്ന് വാങ്ങിയാലും നമുക്ക് തിരിച്ചു ലഭിക്കുന്ന തുകയ്ക്ക് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ല. എങ്കിലും നൂറുകണക്കിന് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിൽ 1 ഡസനിൽ താഴെ വരുന്ന കമ്പനികളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ബിസിനസിന്റെ ഭൂരിഭാഗം കൈയടക്കുന്നത്. എന്തുകൊണ്ട്? വ്യക്തിത്വങ്ങളാണ് അതിന് കാരണം. ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്ന 100-ൽ 99 പേർക്കും അവരുടെ പോളിസികളിൽ ഉള്ളത് എന്താണെന്നറിയില്ല. കൂടുതൽ അമ്പരപ്പിക്കുന്നതായി തോന്നുന്നത് അവർ അത് കാര്യമാക്കുന്നേയില്ല എന്നതാണ്. അത്തരമൊരു വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിൻ്റെ മൂല്യമറിയാവുന്ന ചില പുരുഷന്റെയോ സ്ത്രീയുടെയോ സന്തോഷകരമായ വ്യക്തിത്വമാണ് അവർ ശരിക്കും വാങ്ങുന്നത്. ജീവിതത്തിലെ നിങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെങ്കിലും വിജയം കൈവരിക്കുക എന്നതാണ്. വിജയത്തിൻ്റെ 15 നിയമങ്ങളെക്കുറിച്ചുള്ള ഈ കോഴ്സ് പ്രകാരം വിജയം എന്നതിൻ്റെ അർത്ഥം മറ്റാളുകളുടെ അവകാശങ്ങൾ ലംഘിക്കാതെ നിങ്ങളുടെ കൃത്യമായ മുഖ്യ ലക്ഷ്യം കൈവരിക്കുക എന്നതാണ്. ജീവിതത്തിലെ നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്തായിരുന്നാലും സന്തോഷകരമായ ഒരു വ്യക്തിത്വം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് മനസ്സിലാക്കുക. സംഘർഷമോ അസൂയയോ കൂടാതെ തന്നിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ മറ്റുള്ളവരുമായി സ്വയം സഹകരിക്കുക. അപ്പോൾ ആ ലക്ഷ്യം വളരെ പ്രയാസമില്ലാതെ നിങ്ങൾക്ക് നേടിയെടുക്കാനാകും. മറ്റുള്ളവരുമായി എങ്ങനെ ഐക്യത്തോടെ ജീവിക്കാമെന്ന കല പഠിക്കുക എന്നത് ജീവിതത്തിലേറെ പ്രധാനമാണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ മറ്റുള്ളവരുടെ യാത്രയുമായി ഐക്യപ്പെടുത്തേണ്ടതുണ്ട്. അനവധി മനുഷ്യരെ ദുരിതങ്ങളിലേക്കും മാനസിക ദൗർബല്യങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും തള്ളിയിടുന്ന അനൈക്യത്തിൽ നിന്നും സംഘർഷത്തിൽ നിന്നും നാം മോചിതരാകേണ്ടതുണ്ട്. ഈ സന്ദേശങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പാഠ്യപദ്ധതിയുടെ ലക്ഷ്യം. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പൂർണ്ണമായ ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്ന മനോഭാവത്തോടെ ഈ പാഠങ്ങളെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ശക്തിയില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ച വിജയം ആസ്വദിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളോട് സഹകരിക്കാൻ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ മതിയായ വിധത്തിലുള്ള വ്യക്തിത്വമില്ലാതെ നിങ്ങൾക്കൊരിക്കലും ശക്തി ആസ്വദിക്കാനും കഴിയില്ല. നാഗരികത എന്നറിയപ്പെടുന്ന പുരോഗതിയുടെ അവസ്ഥ വംശങ്ങൾ ശേഖരിച്ച അറിവിൻ്റെ അളവുകോലാണ്. ഈ അറിവ് മാനസികം, ശാരീരികം എന്ന 2 വിഭാഗങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത്. മനുഷ്യൻ സംഘടിപ്പിച്ച ഉപയോഗപ്രദമായ അറിവുകളിൽ പ്രപഞ്ചത്തിലെ എല്ലാ ഭൗതിക രൂപങ്ങളും ഉൾക്കൊള്ളുന്ന 80ഓളം ഭൗതിക ഘടകങ്ങൾ അവൻ കണ്ടെത്തി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിൻ്റെ നിർമ്മാണം. പഠനത്തിലൂടെയും വിശകലനത്തിലൂടെയും കൃത്യമായ അളവുകളിലൂടെയും ഗ്രഹങ്ങളും സൂര്യന്മാരും നക്ഷത്രങ്ങളും പ്രതിനിധീകരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭൗതികവശത്തിൻ്റെ വൈപുല്യം മനുഷ്യൻ കണ്ടെത്തി. അവയിൽ ചിലത് താൻ ജീവിക്കുന്ന ചെറിയ ഭൂമിയുടെ 10 ദശലക്ഷം മടങ്ങ് വലുതാണെന്നും അറിയുന്നു. മറുവശത്ത് 80ഓളം ഭൗതിക മൂലകങ്ങളെ തന്മാത്രകളിലേക്കും ആറ്റങ്ങളിലേക്കും ഒടുവിൽ ഏറ്റവും ചെറിയ കണികയായ ഇലക്ട്രോണിലേക്കും ചുരുക്കിക്കൊണ്ട് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന ഭൗതിക രൂപങ്ങളുടെ സൂക്ഷ്മതയും മനുഷ്യൻ കണ്ടെത്തി. ഒരു ഇലക്ട്രോൺ കാണാൻ കഴിയില്ല. അത് പോസിറ്റീവോ നെഗറ്റീവോ ആയ ശക്തികളടങ്ങുന്ന ഒരു കേന്ദ്രമാണ്. ഭൗതിക സ്വഭാവമുള്ള എല്ലാറ്റിൻ്റെയും തുടക്കമാണ് ഇലക്ട്രോൺ. തന്മാത്രകൾ, ആറ്റങ്ങൾ, ഇലക്ട്രോണുകൾ. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം ആരംഭിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി തീർച്ചയായും ഭൗതിക പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറുതും ലളിതവുമായ കണങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. കാരണം പ്രകൃതി നിർമ്മിച്ച പ്രപഞ്ചത്തിൻ്റെ ഭൗതിക ഭാഗത്തിൻ്റെ മുഴുവൻ ചട്ടക്കൂടും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഈ അടിസ്ഥാനങ്ങളെയാണ്. തന്മാത്രകളിൽ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന അതേ തത്വത്തിൽ മിന്നലിൻ്റെ വേഗതയിൽ തുടർച്ചയായി കറങ്ങുന്ന ദ്രവ്യത്തിൻ്റെ ചെറിയ അദൃശ്യ കണങ്ങളെയാണ് ആറ്റങ്ങളെന്ന് പറയുന്നത്. തന്മാത്രയിൽ തുടർച്ചയായ ഒരു സർക്യൂട്ടിൽ കറങ്ങുന്ന ആറ്റങ്ങൾ എന്നറിയപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ ഈ ചെറിയ കണികകൾ ഭൗതിക ദ്രവ്യത്തിലെ ഏറ്റവും ചെറിയ കണങ്ങളായ ഇലക്ട്രോണുകളാൽ നിർമ്മിതമാണ്. ഇതിനകം പറഞ്ഞതുപോലെ ഇലക്ട്രോണുകൾ എന്നത് ബലത്തിൻ്റെ 2 രൂപങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ഇലക്ട്രോൺ പ്രകൃതത്തിലും വലിപ്പത്തിലും ഗണത്തിലും സമാനമാണ്.
അങ്ങനെ നോക്കിയാൽ ഒരു മണൽത്തരിയിലോ ഒരു തുള്ളി വെള്ളത്തിലോ നാം കാണുന്നത് പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്ന തത്വത്തിൻ്റെ തനി പകർപ്പാണ്. എത്ര അത്ഭുതകരവും എത്ര ഗംഭീരവുമാണത്. അടുത്ത തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും, അത് വിളമ്പിയിരിക്കുന്ന പ്ലേറ്റും മേശവിരിപ്പും മേശയും അന്തിമ വിശകലനത്തിൽ ഇലക്ട്രോണുകളുടെ ഒരു ശേഖരം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ ആശയം സമാഹരിക്കാം. ഭൗതിക പദാർത്ഥങ്ങളുടെ ലോകത്ത് ശൂന്യാകാശത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നക്ഷത്രമായാലും ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ മണൽത്തരിയായാലും ഒന്നിനു ചുറ്റും ഒന്നായി അചിന്ത്യമായ വേഗത്തിൽ കറങ്ങുന്ന തന്മാത്രകളുടെയും ആറ്റങ്ങളുടെയും ഇലക്ട്രോണുകളുടെയും ഒരു സംഘടിത ശേഖരം മാത്രമാണ്. ഭൗതിക ദ്രവ്യത്തിൻ്റെ ഓരോ കണികയും തുടർച്ചയായി വളരെ പ്രക്ഷുബ്ധമായ ചലനത്തിലാണ്. മിക്കവാറും എല്ലാ ഭൗതിക ദ്രവ്യങ്ങളും ശാരീരിക നേത്രങ്ങൾക്ക് ചലനരഹിതമായി തോന്നാമെങ്കിലും ഒന്നും നിശ്ചലമല്ല. ചലനാത്മകമല്ലാത്ത ഭൗതിക ദ്രവ്യമൊന്നുമില്ല. ഉരുക്കിൻ്റെ ഏറ്റവും കടുപ്പമേറിയ കഷണം പോലും കറങ്ങുന്ന തന്മാത്രകളുടെയും ആറ്റങ്ങളുടെയും ഇലക്ട്രോണുകളുടെയും ഒരു സംഘടിത പിണ്ഡം മാത്രമാണ്. ഒരു ഉരുക്ക് കഷണത്തിലെ ഇലക്ട്രോണുകൾ സ്വർണം, വെള്ളി, പിച്ചള അല്ലെങ്കിൽ പ്യൂറ്റർ എന്നിവയിലെ ഇലക്ട്രോണുകളുടെ അതേ സ്വഭാവമുള്ളതും അതേ വേഗതയിൽ നീങ്ങുകയും ചെയ്യുന്നവയാണ്. ഭൗതിക ദ്രവ്യത്തിൻ്റെ 80ഓളം രൂപങ്ങൾ പരസ്പരം വ്യത്യസ്തമായി കാണപ്പെടുന്നു. അവ വ്യത്യസ്തവുമാണ്. കാരണം അവ ആറ്റങ്ങളുടെ വ്യത്യസ്ത സംയോജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ എല്ലായ്പ്പോഴും ഒരുപോലെയാണെങ്കിലും അവയിൽ ചില ഇലക്ട്രോണുകൾ പോസിറ്റീവും ചിലത് നെഗറ്റീവുമാണ്. അതായത് ചിലത് വൈദ്യുതീകരണത്തിൻ്റെ പോസിറ്റീവ് ചാർജ് വഹിക്കുന്നു, മറ്റുള്ളവ നെഗറ്റീവ് ചാർജ് വഹിക്കുന്നു എന്നർത്ഥം. രസതന്ത്രശാസ്ത്രം വഴി ദ്രവ്യത്തെ അഭേദ്യങ്ങളായ ആറ്റങ്ങളായി വിഭജിക്കാം. ആറ്റങ്ങളുടെ സ്ഥാനങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെയും മാറ്റുന്നതിലൂടെയുമാണ് 80ഓളം മൂലകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രസതന്ത്രം ആറ്റോമിക സ്ഥാനങ്ങളുടെ മാറ്റങ്ങളുടെ പ്രവർത്തന രീതി വിശദീകരിക്കുന്നു. ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് 4 ഇലക്ട്രോണുകൾ, അതായത് 2 പോസിറ്റീവ് 2 നെഗറ്റീവ് ചേർക്കുക. നിങ്ങൾക്ക് ലിഥിയം മൂലകം ലഭിക്കുന്നു. 3 പോസിറ്റീവ് 3 നെഗറ്റീവ് ഇലക്ട്രോണുകൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ലിഥിയം ആറ്റത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് ഇലക്ട്രോൺ, ഒരു നെഗറ്റീവ് ഇലക്ട്രോൺ എന്നിവ അടർത്തി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് 2 പോസിറ്റീവ് ഇലക്ട്രോണുകൾ 2 നെഗറ്റീവ് ഇലക്ട്രോണുകൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഹീലിയം ആറ്റം ലഭിക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തിലെ 80ഓളം വരുന്ന ഭൗതിക മൂലകങ്ങൾ അവയുടെ ആറ്റങ്ങളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിലും ഓരോ മൂലകത്തിൻ്റെയും തന്മാത്രകളിലും അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിലും ക്രമത്തിലും മാത്രമേ പരസ്പരം വ്യത്യാസപ്പെട്ടിട്ടുള്ളൂ എന്ന് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, മെർക്കുറിയുടെ ഒരാറ്റത്തിൽ അതിൻ്റെ ന്യൂക്ലിയസിൽ 80 പോസിറ്റീവ് ചാർജുകളും, അതായത് ഇലക്ട്രോണുകളും, 80 നെഗറ്റീവ് ഔട്ട്ലയിങ് ചാർജുകളും, അതായത് ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. രസതന്ത്രജ്ഞൻ അതിൻ്റെ 2 പോസിറ്റീവ് ഇലക്ട്രോണുകളെ പുറന്തള്ളുകയാണെങ്കിൽ അത് തൽക്ഷണം പ്ലാറ്റിനം എന്നറിയപ്പെടുന്ന ലോഹമായി മാറും. രസതന്ത്രജ്ഞൻ ഒരു പടി കൂടി മുന്നോട്ട് പോയി അതിൽ നിന്നൊരു നെഗറ്റീവ് ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അപ്പോൾ മെർക്കുറി ആറ്റത്തിന് 2 പോസിറ്റീവ് ഇലക്ട്രോണുകളും ഒരു നെഗറ്റീവ് ഇലക്ട്രോണും നഷ്ടപ്പെടും. അതായത് മൊത്തത്തിലൊരു പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടും. അതിനാൽ അപ്പോൾ അത് ന്യൂക്ലിയസിൽ 79 പോസിറ്റീവ് ചാർജുകളും 79 ഔട്ട്ലയിങ് നെഗറ്റീവ് ഇലക്ട്രോണുകളും നിലനിർത്തും. അതുവഴി അത് സ്വർണമായി മാറും. ഈ ഇലക്ട്രോണിക് മാറ്റത്തെ സൃഷ്ടിച്ച സൂത്രവാക്യം എല്ലാ കാലത്തും ആൽക്കെമിസ്റ്റുകളുടെയും ഇന്നത്തെ ആധുനിക രസതന്ത്രജ്ഞരുടെയും ശ്രദ്ധാപൂർവമായ അന്വേഷണത്തിൻ്റെ ലക്ഷ്യമാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ എന്നിങ്ങനെ 4 തരം ആറ്റങ്ങളിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ 10,000കണക്കിന് കൃത്രിമ സംയുക്ത പദാർത്ഥങ്ങൾ ഉണ്ടാക്കാമെന്നത് ഓരോ രസതന്ത്രജ്ഞനും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും രാസപരമായി ഒരുപോലെയാണെങ്കിലും ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസങ്ങൾ അവയ്ക്ക് ഗുണപരമായ രാസവ്യത്യാസങ്ങൾ നൽകുന്നു. തന്മാത്രകളുടെ കൂട്ടങ്ങളിലെ ഈ ആറ്റങ്ങളുടെ എണ്ണത്തിലും പ്രത്യേക ക്രമീകരണത്തിലുള്ള വ്യത്യാസങ്ങൾ ഒരേപോലെ പദാർത്ഥങ്ങളിലെ, അതായത് സംയുക്ത മൂലകങ്ങളിലെ ഭൗതികവും രാസപരവുമായ വ്യത്യാസങ്ങളെ നിർമ്മിക്കുന്നു. തികച്ചും വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ ഒരേ തരത്തിലുള്ള ആറ്റങ്ങളുടെ സംയോജനത്തിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ വ്യത്യസ്ത അനുപാതങ്ങളിലാണ് സംയോജിപ്പിക്കപ്പെടുന്നതെന്ന് മാത്രം. ചില പദാർത്ഥങ്ങളുടെ ഒരു തന്മാത്രയിൽ നിന്ന് ഒരാറ്റം എടുത്തു മാറ്റിയാൽ
അവ ജീവനും വളർച്ചയ്ക്കും ആവശ്യമായ സംയുക്തമെന്ന അവസ്ഥയിൽ നിന്ന് മാരകമായ വിഷമായി മാറിയേക്കാം. ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മൂലകമാണ് ഫോസ്ഫറസ്. എന്നാൽ ചില ഫോസ്ഫറസ് മഞ്ഞയും ചിലത് ചുവപ്പുമാണ്. ഫോസ്ഫറസിനെ നിർമ്മിക്കുന്ന തന്മാത്രകളിലെ ആറ്റങ്ങളുടെ പ്രത്യേക വിന്യാസമനുസരിച്ച് അവ വ്യത്യാസപ്പെടുന്നു. ഒരു മണൽത്തരി മുതൽ ബഹിരാകാശത്തൊഴുകി നടക്കുന്ന ഏറ്റവും വലിയ നക്ഷത്രം വരെയുള്ള എല്ലാ ഭൗതിക രൂപങ്ങളെയും നിർമ്മിക്കുവാൻ പ്രകൃതി ഉപയോഗിക്കുന്ന സാർവത്രിക കണികയാണ് ആറ്റം. ആറ്റം പ്രകൃതിയുടെ ബിൽഡിംഗ് ബ്ലോക്കാണ്. അതിൽ നിന്നാണ് അവൾ ഒരു ഓക്ക് മരത്തെ അല്ലെങ്കിൽ ഒരു പൈൻ മരത്തെ, ചരൽക്കല്ലിനെ, അതുമല്ലെങ്കിൽ കരിങ്കല്ലിനെ, ഒരു എലിയെ അല്ലെങ്കിൽ ആനയെ പടുത്തുയർത്തുന്നത്. നാം ജീവിക്കുന്ന ഭൂമിയും ഭൂമിയിലെ എല്ലാ പദാർത്ഥഗണങ്ങളും പരസ്പരം ഒട്ടിച്ചേർന്ന 2 ആറ്റങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. ബഹിരാകാശത്തിലൂടെയുള്ള 100 കണക്കിന് ദശലക്ഷം വർഷങ്ങളുടെ സഞ്ചാരത്തിലൂടെ മറ്റാറ്റങ്ങളുമായി ബന്ധപ്പെടുകയും കൂടിച്ചേരുകയും ചെയ്തുകൊണ്ട് പടിപടിയായി ഭൂമി രൂപപ്പെട്ടുവെന്ന് പ്രഗത്ഭമതികളായ ചില ചിന്തകർ പറയുന്നു. കൽക്കരിക്കിടക്കകൾ, ഇരുമ്പയർ നിക്ഷേപങ്ങൾ, സ്വർണം വെള്ളി നിക്ഷേപങ്ങൾ, ചെമ്പ് നിക്ഷേപങ്ങൾ തുടങ്ങിയ ഭൂമിയിലെ പദാർത്ഥങ്ങളുടെ വ്യത്യസ്തവും വിഭിന്നവുമായ നിരകളുടെ ഉൽപ്പത്തിക്കും ഇത് ബാധകമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമി ബഹിരാകാശത്തിലൂടെ കറങ്ങുമ്പോൾ ബന്ധപ്പെടുന്ന വിവിധതരം നെബുലകളുടെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഗ്രൂപ്പുകളെ കാന്തികാകർഷണത്തിലൂടെ ശേഖരിക്കുന്നതായി അവർ വാദിക്കുന്നു. ഈ വാദത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായ അനുകൂല തെളിവുകളില്ലെങ്കിലും ഭൂമിയുടെ ഉപരിതല ഘടനയിൽ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കാൻ തക്ക ധാരാളം കാര്യങ്ങളുണ്ട്. ദ്രവ്യത്തിൻ്റെ വിശകലനം ചെയ്യുന്ന ഏറ്റവും ചെറിയ കണികകളെ സംബന്ധിച്ച ഈ വസ്തുതകൾ ഒരു ആരംഭ ബിന്ദുവായി ഇവിടെ ചുരുക്കമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ബലനിയമം എങ്ങനെ വികസിപ്പിക്കാമെന്നും പ്രയോഗിക്കാമെന്നും നാം തുടർന്ന് കണ്ടെത്തും. എല്ലാ പദാർത്ഥങ്ങളും സ്ഥിരമായ കമ്പനത്തിലോ ചലനത്തിലോ ആണെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തന്മാത്ര നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അതിവേഗം ചലിക്കുന്ന കണങ്ങളാലാണ്. അതാകട്ടെ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന അതിവേഗം ചലിക്കുന്ന കണങ്ങളാൽ നിർമ്മിതമാണ്. ദ്രവ്യത്തിൻ്റെ സ്പന്ദിക്കുന്ന ദ്രാവകം അഥവാ ചലനാത്മകമായ ദ്രവ്യം, ദ്രവ്യത്തിൻ്റെ ഓരോ കണികയിലും ഒരു അദൃശ്യമായ ചലനാത്മകത അല്ലെങ്കിൽ ബലമുണ്ട്. ഈ ബലമാണ് അചിന്തനീയമായ വേഗതയിൽ ആറ്റങ്ങളെ പരസ്പരം വട്ടമിടാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ചലനാത്മകത ഒരിക്കലും വിശകലനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഊർജത്തിൻ്റെ ഒരു രൂപമാണ്. ഇതുവരെ അത് ശാസ്ത്രലോകത്തെ ആകെ അമ്പരപ്പിച്ചു. പല ശാസ്ത്രജ്ഞരും ഇത് നമ്മൾ വൈദ്യുതി എന്ന് വിളിക്കുന്ന അതേ ഊർജമാണെന്ന് വിശ്വസിച്ചിരുന്നു. മറ്റുള്ളവർ അതിനെ കമ്പനമല്ലെങ്കിൽ സ്പന്ദനമെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ ശക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും വിളിക്കുക. ഈ ശക്തി ചലിക്കുന്ന വേഗതയുടെ നിരക്കാണ്. ഒരു വലിയ പരിധിവരെ പ്രപഞ്ചത്തിലെ ഭൗതിക വസ്തുക്കളുടെ ബാഹ്യമായ ദൃശ്യരൂപത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതെന്ന് ചില അന്വേഷകർ വിശ്വസിക്കുന്നു. ഈ ചലനാത്മക ഊർജത്തിൻ്റെ ഒരു തരത്തിലുള്ള കമ്പന നിരക്ക് ശബ്ദത്തിന് കാരണമാകുന്നു. ഒരു സെക്കൻഡിൽ 32,000 മുതൽ 38,000 വരെ സ്പന്ദനങ്ങളിലൂടെ ഉണ്ടാകുന്ന ശബ്ദം മാത്രമേ മനുഷ്യൻ്റെ ചെവിക്ക് തിരിച്ചറിയാൻ കഴിയൂ. സെക്കൻഡിലുള്ള വൈബ്രേഷനുകളുടെ നിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ശബ്ദമെന്ന അവസ്ഥ മാറി അവ താപത്തിൻ്റെ രൂപത്തിൽ സ്വയം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. സെക്കൻഡിൽ ഏകദേശം 15 ലക്ഷം കമ്പനങ്ങളോടെയാണ് താപം ആരംഭിക്കുന്നത്. കൂടുതൽ ഉയർന്ന നിരക്കിലുള്ള കമ്പനങ്ങൾ പ്രകാശത്തിൻ്റെ രൂപത്തിൽ വെളിപ്പെട്ടു തുടങ്ങുന്നു. സെക്കൻഡിൽ 30 ലക്ഷം കമ്പനങ്ങൾ വയലറ്റ് പ്രകാശം സൃഷ്ടിക്കുന്നു. ഈ സംഖ്യയ്ക്ക് മുകളിലുള്ള കമ്പനങ്ങൾ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത അൾട്രാവയലറ്റ് രശ്മികളും മറ്റദൃശ്യ വികിരണങ്ങളും ചൊരിയുന്നു. ഇതിൽ കൂടുതൽ ഉയർന്ന നിരക്കിലുള്ള കമ്പനങ്ങൾ മനുഷ്യനിലെ ചിന്ത എന്ന ശക്തിയെ സൃഷ്ടിക്കുന്നു. ഇതിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ നിരക്ക് എത്രയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അറിയപ്പെടുന്ന എല്ലാ ഊർജ്ജരൂപങ്ങൾക്കും കാരണമാകുന്ന ഈ കമ്പനങ്ങളുടെ ചലനാത്മക ഭാഗം സാർവലൗകിക സ്വഭാവമുള്ളതാണെന്ന് ഗ്രന്ഥകാരൻ വിശ്വസിക്കുന്നു. ശബ്ദത്തിൻ്റെ ദ്രവ ചലനാത്മക ഭാഗം പ്രകാശത്തിൻ്റെ ദ്രവ ചലനാത്മക ഭാഗത്തിന് തുല്യമാണ്. ശബ്ദവും പ്രകാശവും തമ്മിലുള്ള ഫലത്തിലെ വ്യത്യാസം വൈബ്രേഷൻ നിരക്കിലെ വ്യത്യാസം മാത്രമാണ്. ചിന്തയുടെ ദ്രവഭാഗം കൃത്യമായി ശബ്ദം, താപം, പ്രകാശം എന്നിവയോട് സമാനമാണ്. സെക്കൻഡിലെ കമ്പനങ്ങളുടെ എണ്ണം മാത്രമാണ് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത്. ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇലക്ട്രോണുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ ദ്രവ്യങ്ങളും ഒരു സാർവജനീന ദ്രവ ഊർജം കാരണം ദ്രുതഗതിയിൽ ചലിക്കുന്ന ഒരൊറ്റ രൂപത്തിലുള്ള ഭൗതിക ദ്രവ്യത്താൽ നിർമ്മിതമാണ്.
വായുവും സൂക്ഷ്മാകാശവും, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പ്രപഞ്ചത്തിലെ മറ്റ് ഗ്രഹങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള വിശാലമായ ഇടം ഈഥർ അല്ലെങ്കിൽ സൂക്ഷ്മാകാശം എന്ന സവിശേഷമായ ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു. ദ്രവ്യത്തിന്റെ എല്ലാ കണികകളെയും ചലനത്തിൽ നിലനിർത്തുന്ന ദ്രവ ഊർജം പ്രപഞ്ചത്തിന്റെ എല്ലായിടവും നിറയ്ക്കുന്ന ഈഥർ എന്നറിയപ്പെടുന്ന സാർവത്രിക ദ്രവവും ഒന്നു തന്നെയാണെന്നാണ് ഈ രചയിതാവിന്റെ വിശ്വാസം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നൊരു നിശ്ചിത അകലത്തിൽ ഏകദേശം 50 മൈലാണെന്ന് ചിലർ കണക്കാക്കുന്നു. ഓക്സിജനും നൈട്രജനും ചേർന്ന ഒരു വാതക പദാർത്ഥമായ വായു നിലനിൽക്കുന്നു. വായു ശബ്ദകമ്പനങ്ങളുടെ ഒരു ചാലകമാണ്. എന്നാൽ അത് സൂക്ഷ്മാകാശമല്ലെങ്കിൽ ഈഥറാൽ വഹിക്കപ്പെടുന്ന പ്രകാശത്തിൻ്റെയോ ഉയർന്ന കമ്പനങ്ങളുടെയോ ചാലകമല്ല താനും. ശബ്ദം മുതൽ ചിന്ത വരെയുള്ള എല്ലാ കമ്പനങ്ങളുടെയും ഒരു ചാലകമാണ് ഈഥർ. വായു പ്രത്യേക പ്രദേശങ്ങളിലായി പരിമിതപ്പെട്ടു നിൽക്കുന്ന പദാർത്ഥമാണ്. അത് പ്രധാനമായും എല്ലാ മൃഗങ്ങളെയും സസ്യങ്ങളെയും അവരുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഓക്സിജനും നൈട്രജനും ഉപയോഗിച്ച് പോഷിപ്പിക്കുന്നതിനുള്ള സേവനം നിർവഹിക്കുന്നു. നൈട്രജൻ സസ്യജീവിതത്തിന്റെ പ്രധാന അവശ്യ ഘടകങ്ങളിലൊന്നാണ്. ഓക്സിജനാകട്ടെ മൃഗങ്ങളുടെ ജീവന്റെ മുഖ്യ ഘടകങ്ങളിലൊന്നുമാണ്. വളരെ ഉയർന്ന പർവ്വതങ്ങളുടെ മുകളിൽ വായു വളരെ ലഘുവായിത്തീരുന്നു. കാരണം അവിടെ അതിൽ കുറച്ച് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ സസ്യജാലങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയാതെ വരുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ലഘുവായ വായുവിൽ പ്രധാനമായും ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു. ഇതാണ് ക്ഷയരോഗികളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ചികിത്സാർത്ഥം അയക്കുന്നതിനുള്ള പ്രധാന കാരണം. ഈ അടിത്തറയുടെ വിവരണത്തിനൊരു ആധുനിക കഥയുടെ ഇളക്കമുണ്ടാക്കുന്ന ഇഫക്റ്റുകളില്ലെന്ന് തോന്നിയാൽ നിരുത്സാഹപ്പെടരുത്. നിങ്ങളുടെ ലഭ്യമായ ശക്തികൾ എന്തൊക്കെയാണെന്നും ഈ ശക്തികളെ എങ്ങനെ സംഘടിപ്പിക്കാമെന്നും പ്രയോഗിക്കാമെന്നും കണ്ടെത്തുന്നതിൽ നിങ്ങൾ ഗൗരവമായി ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ കണ്ടെത്തൽ വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും സുനിശ്ചിതമായ ആഗ്രഹവും സംയോജിപ്പിച്ച് അറിവ് ശേഖരിക്കുകയും സംഘടിപ്പിക്കുകയും വേണം. ഓരോ മനസ്സും ഒരു പ്രക്ഷേപണ കേന്ദ്രവും ഒരു സ്വീകരണ കേന്ദ്രവുമാണ്. ഓരോ മനുഷ്യ മസ്തിഷ്കവും ചിന്താ ആവൃത്തിയുടെ പ്രകമ്പനങ്ങളെ പ്രക്ഷേപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണെന്നത് ഈ രചയിതാവ് തെളിയിച്ചിട്ടുണ്ട്. ഈ സിദ്ധാന്തം ഒരു വസ്തുതയായി മാറുകയും ന്യായമായ നിയന്ത്രണ രീതികൾ സ്ഥാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അറിവിനെ ശേഖരിക്കുന്നതിലും വർഗീകരിക്കുന്നതിലും സംഘടിപ്പിക്കുന്നതിലും അത് വഹിക്കുന്ന പങ്ക് സങ്കല്പിക്കുക. എത്ര അത്ഭുതകരമാണെങ്കിലും ഇത്തരമൊരു യാഥാർത്ഥ്യത്തിൻ്റെ സാധ്യത മനുഷ്യന്റെ മനസ്സിനെ അമ്പരപ്പിക്കും. അമേരിക്കൻ വിപ്ലവ കാലഘട്ടത്തിലെ മഹാനായ ചിന്തകനായിരുന്നു തോമസ് പെയിൻ. വിപ്ലവത്തിന്റെ തുടക്കത്തിനും സന്തോഷകരമായ അന്ത്യത്തിനും നാം അദ്ദേഹത്തോട് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹമാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കൊണ്ടുവരാനും അതിനെ യാഥാർത്ഥ്യത്തിന്റെ തലത്തിലേക്ക് എത്തിക്കാനും സഹായിച്ചതും സമ്മർദ്ദപ്പെടുത്തിയതും. തന്റെ അറിവിന്റെ മഹത്തായ കലവറയുടെ ഉറവിടത്തെക്കുറിച്ച് പെയിൻ ഇങ്ങനെ വിവരിച്ചു: മനുഷ്യ മനസ്സിന്റെ പുരോഗതിയുടെ അവസ്ഥയെക്കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്തിയ ഏതൊരു വ്യക്തിക്കും സ്വന്തം നിരീക്ഷണത്തിലൂടെ ചിന്തകളെന്ന് വിളിക്കപ്പെടുന്ന 2 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടെന്ന് നിരീക്ഷിക്കാൻ കഴിയും. വിചാരങ്ങളിലൂടെയും ചിന്താപ്രക്രിയയിലൂടെയും നാം നമ്മിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തകൾ, അത് നാം അറിയാതെ സ്വമേധയാ അപ്രതീക്ഷിതമായി മനസ്സിലേക്ക് കയറുന്നവ. ഈ സ്വമേധയാ കടന്നുവരുന്ന സന്ദർശകരോട് മാന്യതയോടെ പെരുമാറുകയും അവയെ നിഷ്കർഷമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ളതിലൂടെയാണ് എനിക്കുള്ള എല്ലാ അറിവും ഞാൻ നേടിയത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഏതൊരു വ്യക്തിയും നേടുന്ന പഠനത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, തുടർന്ന് അവനെ അറിവിന്റെ വഴിയുടെ തുടക്കത്തിലേക്ക് എത്തിക്കാൻ മാത്രം പോന്ന ഒരു ചെറിയ മൂലധനം പോലെ മാത്രമേ അതാകുന്നുള്ളൂ. പിന്നീട് സ്വയം പഠിക്കാൻ തുടങ്ങുന്ന വഴിയിൽ വിദ്യാസമ്പന്നരായ ഓരോ വ്യക്തിയും ആത്യന്തികമായി സ്വയം പഠിപ്പിക്കുന്നു. കാരണം മനഃപ്പാഠമാകുന്നതിന് പകരം ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ തത്വങ്ങൾ നമ്മോട് നന്നായി ഉൾച്ചേർന്നു നിൽക്കുന്നു. ഈ പറഞ്ഞ വാക്കുകളിൽ മഹാനായ അമേരിക്കൻ ദേശസ്നേഹിയും തത്വചിന്തകനുമായ പെയിൻ ഒരു അനുഭവം വിവരിച്ചു. അത് ഓരോ വ്യക്തിയുടെയും അനുഭവമാണ്. ചിന്തകളും പൂർണ്ണമായ ആശയങ്ങൾ പോലും ബാഹ്യസ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലേക്ക് അപ്രതീക്ഷിതമായി വന്ന് ആവിർഭവിക്കുമെന്ന അനുഭവം ലഭിക്കാത്ത നിർഭാഗ്യവാനായ ആരുണ്ട്? അത്തരം സന്ദർശകർക്ക് ഈഥർ ഒഴികെയുള്ള ഗതാഗത മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈഥർ പ്രപഞ്ചത്തിന്റെ അതിരുകളില്ലാത്ത ഇടം നിറയ്ക്കുന്നു.
ശബ്ദം, വെളിച്ചം, ചൂട് തുടങ്ങിയ എല്ലാ അറിയപ്പെടുന്ന കമ്പന രൂപങ്ങളുടെയും കൈമാറ്റ മാധ്യമമാണിത്. എന്തുകൊണ്ടത് ചിന്തയുടെ കമ്പനത്തിൻ്റെ കൈമാറ്റ മാധ്യമമായിക്കൂടാ? ഓരോ മനസ്സും അല്ലെങ്കിൽ തലച്ചോറും ഈഥർ വഴി മറ്റെല്ലാ തലച്ചോറുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊരു മസ്തിഷ്കവും പുറപ്പെടുവിക്കുന്ന ഓരോ ചിന്തയും അയക്കുന്ന മസ്തിഷ്കവുമായി ബന്ധം പുലർത്തുന്ന മറ്റെല്ലാ തലച്ചോറുകളും തൽക്ഷണം സ്വീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തേക്കാം. H2O എന്ന രാസസൂത്രവാക്യം ജലം ഉൽപ്പാദിപ്പിക്കുമെന്നതുപോലെ തന്നെ ഈ ലേഖകൻ ഈ വസ്തുതയെക്കുറിച്ചും ഉറപ്പുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ തത്വം എന്ത് പങ്കുവഹിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഈഥർ അഥവാ സൂക്ഷ്മാകാശം മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ചിന്തയുടെ ഒരു വിതരണക്കാരനാകാനുള്ള സാധ്യതയല്ല അതിൻ്റെ പ്രകടനങ്ങളിൽ ഏറ്റവും അമ്പരപ്പിക്കുന്നത്. ഏതൊരു മസ്തിഷ്കവും പുറപ്പെടുവിക്കുന്ന ഓരോ ചിന്താകമ്പനവും ഈഥർ എടുക്കുകയും അവയുടെ പ്രകാശനത്തിൽ ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ തീവ്രതയ്ക്കനുസൃതമായ വക്രഗതിയിലുള്ള തരംഗദൈർഘ്യത്തിൽ ചലനം നിലനിർത്തുകയും ചെയ്യുമെന്നാണ് ഈ ഗ്രന്ഥകാരൻ്റെ വിശ്വാസം. ഈ കമ്പനങ്ങൾ അഥവാ സ്പന്ദനങ്ങൾ എന്നേക്കുമായി ചലനത്തിലായിരിക്കുന്നു. ഒരാളുടെ മനസ്സിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെല്ലുന്ന രണ്ട് സ്രോതസ്സുകളിൽ ഒന്നാണിവ. മറ്റൊന്ന് നേരിട്ടുള്ളതും ചിന്താകമ്പനങ്ങൾ പുറപ്പെടുവിക്കുന്ന തലച്ചോറുമായി ഈഥറിലൂടെ ഉടനടി ബന്ധപ്പെടുന്നതുമാണ്. ഈ സിദ്ധാന്തം ഒരു വസ്തുതയാണെങ്കിൽ അതിരുകളില്ലാത്ത ഈ മുഴുവൻ പ്രപഞ്ചവും അക്ഷരാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ എല്ലാ ചിന്തകളും കണ്ടെത്താവുന്ന ഒരു മാനസിക ലൈബ്രറിയാണെന്നും അതങ്ങനെ തന്നെ തുടരുമെന്നും കാണാനാകും. സംഘടിത വിജ്ഞാനത്തെക്കുറിച്ചുള്ള പാഠമാണിത്. മനുഷ്യവംശം അവകാശികളായി തീർന്ന ഉപയോഗപ്രദമായ അറിവുകളിൽ ഭൂരിഭാഗവും പ്രകൃതിയുടെ ബൈബിളിൽ സംരക്ഷിക്കപ്പെടുകയും കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മാറ്റാനാകാത്ത ബൈബിളിൻ്റെ താളുകൾ പിന്നിലേക്ക് മറിച്ചുകൊണ്ട് ഇന്നത്തെ നാഗരികത വളർന്നു വന്ന അതിഭീകരമായ പോരാട്ടക്കഥ മനുഷ്യൻ വായിച്ചു. ഈ ബൈബിളിൻ്റെ പേജുകൾ ഈ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന ഭൗതിക ഘടകങ്ങളും എല്ലാ സ്ഥലികളും നിറയ്ക്കുന്ന ഈഥറും ചേർന്നതാണ്. താൻ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കല്ലിലെഴുതിയ താളുകൾ മറിച്ചുകൊണ്ട് അവിശ്വസനീയമായ അനന്തകാലത്തോളമായി പ്രകൃതി മാതാവ് മനുഷ്യൻ്റെ ജ്ഞാനോദയത്തിനായി സംഭരിച്ചു വെച്ച അസ്ഥികളും അസ്ഥികൂടങ്ങളും കാൽപ്പാടുകളും ഭൂമിയിലെ മൃഗജീവിതത്തിൻ്റെ ചരിത്രത്തിലെ മറ്റനിഷേധ്യമായ തെളിവുകളും കണ്ടെത്തി. തെളിവുകൾ വ്യക്തവും തെറ്റില്ലാത്തതുമാണ്. ഈ ഭൂമിയിൽ കണ്ടെത്തിയ പ്രകൃതിയുടെ ബൈബിളിൻ്റെ മഹത്തായ ശിലാതാളുകളെയും ആ ബൈബിളിൻ്റെ അനന്തമായ താളുകളെയും എല്ലാ ഭൂതകാല മനുഷ്യചിന്തകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈഥർ പ്രതിനിധീകരിക്കുന്നു. അത് സൃഷ്ടാവും മനുഷ്യനും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ആധികാരിക ഉറവിടത്തെ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ ചിന്താഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പാണ്, എന്തിന് മനുഷ്യൻ ഏകകോശ ജീവിയായ അമീബ വികാസത്തിൻ്റെ ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പാണ് ഈ ബൈബിൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ ബൈബിൾ മനുഷ്യന് മാറ്റാനുള്ള കഴിവിനും അതീതമാണ്. മാത്രമല്ല, അതതിൻ്റെ കഥ പറയുന്നത് പ്രാചീന മൃതഭാഷകളിലോ പാതി കിരാതവംശങ്ങളുടെ ചിത്രലിപികളിലോ അല്ല, മറിച്ച് കണ്ണുള്ള എല്ലാവർക്കും വായിക്കാവുന്ന സാർവത്രിക ഭാഷയിലാണ്. നാം അറിയേണ്ട എല്ലാ അറിവുകളും ഉരുത്തിരിഞ്ഞ പ്രകൃതിയുടെ ബൈബിൾ ഒരു മനുഷ്യനും മാറ്റാനോ ഒരു തരത്തിലും കൈകടത്താനോ കഴിയാത്ത ഒന്നാണ്. മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ കണ്ടുപിടുത്തം പ്രകൃതിയുടെ ബൈബിളിൻ്റെ പ്രധാന ഭാഗമായ ഈഥറിൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന റേഡിയോ തത്വമാണ്. ഈഥർ ശബ്ദത്തിൻ്റെ സാധാരണ കമ്പനമെടുക്കുകയും ആ കമ്പനത്തെ ഓഡിയോ ഫ്രീക്വൻസിയിൽ നിന്ന് റേഡിയോ ഫ്രീക്വൻസിയായി മാറ്റുകയും അത് ശരിയായി ട്യൂൺ ചെയ്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അതിനെ അതിൻ്റെ യഥാർത്ഥ ഓഡിയോ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് നൊടിയിടയിലാണെന്നത് സങ്കല്പിക്കുക. അത്തരമൊരു ശക്തിക്ക് ചിന്തയുടെ സ്പന്ദനം ശേഖരിക്കാനും ആ പ്രകമ്പനം എന്നേക്കുമായി ചലിപ്പിക്കാനും കഴിയുമെന്നത് അത്ഭുതകരമല്ല. ആധുനിക റേഡിയോ ഉപകരണം മുഖേന ഈഥറിൻ്റെ കർത്തൃത്വം വഴി ശബ്ദത്തിൻ്റെ തൽക്ഷണ പ്രപഞ്ചത്തിൻ്റെ സ്ഥാപിതവും അറിയപ്പെടുന്നതുമായ ഈ വസ്തുത തെളിയിക്കുന്നത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ചിന്തകളുടെ കമ്പനം സംപ്രേഷണം ചെയ്യുന്ന സിദ്ധാന്തത്തെ സാധ്യമായേക്കാവുന്നത് എന്ന അവസ്ഥയിൽ നിന്ന് സാധ്യമായത് എന്ന അവസ്ഥയിലേക്ക് മാറ്റിയെന്നതാണ്. മാസ്റ്റർ മൈൻഡ് രണ്ടോ അതിലധികമോ മനസ്സുകളുടെ യോജിപ്പുള്ള കൂട്ടുകെട്ടിലൂടെ ഉപയോഗപ്രദമായ അറിവുകൾ ശേഖരിക്കാനും തരംതിരിക്കാനും
സംഘടിപ്പിക്കാനുമുള്ള വഴികളുടെയും മാർഗങ്ങളുടെയും വിവരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നാം കടക്കുന്നു. ഇവിടെ നിന്നാണ് ഒരു മാസ്റ്റർ മൈൻഡ് വളരുന്നത്. ഒരു മനസ്സ് മറ്റു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ചുരുക്കം ചില ആളുകൾക്കൊഴികെ മാസ്റ്റർ മൈൻഡ് എന്ന പദം പ്രതിരൂപങ്ങളൊന്നുമില്ലാത്ത ഒരു അമൂർത്തതയായി മാത്രമേ മനസ്സിലാവൂ. മനുഷ്യ മനസ്സ് എന്ന വിഷയത്തിൽ ലഭ്യമായ എല്ലാ പാഠപുസ്തകങ്ങളിലും ഉപന്യാസങ്ങളിലും ഈ ലേഖകൻ വെറുതെ തിരഞ്ഞു. എന്നാൽ മാസ്റ്റർ മൈൻഡ് എന്ന് വിവരിക്കുന്ന തത്വത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പരാമർശം പോലും എവിടെയും കണ്ടെത്താനായില്ല. ആൻഡ്രൂ കാർണഗിയുമായുള്ള അഭിമുഖത്തിലൂടെയാണ് ഈ പദം ആദ്യം രചയിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മനസ്സിൻ്റെ രസതന്ത്രം. പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്ന ഈഥർ അഥവാ സൂക്ഷ്മാകാശം ഉൾക്കൊള്ളുന്ന അതേ സാർവത്രിക ദ്രവ ഊർജത്താൽ മനസ്സും നിർമ്മിതമാണെന്നത് ഈ രചയിതാവിൻ്റെ വിശ്വാസമാണ്. ചില മനസ്സുകൾ പരസ്പരം സമ്പർക്കം പുലർത്തുന്ന നിമിഷത്തിൽ ഏറ്റുമുട്ടും. മറ്റു മനസ്സുകൾ പരസ്പരം സ്വാഭാവികമായ അടുപ്പം കാണിക്കുന്നു എന്നത് ഒരു ശാസ്ത്രീയ അന്വേഷകൻ എന്നതുപോലെ സാധാരണക്കാരനും അറിയാവുന്ന ഒരു വസ്തുതയാണ്. മനസ്സുകളുടെ സംയോഗത്തിൽ നിന്നോ സമ്പർക്കത്തിൽ നിന്നോ വളരുന്ന സ്വാഭാവിക വൈരാഗ്യത്തിൻ്റെയും സ്വാഭാവിക അടുപ്പത്തിൻ്റെയും രണ്ട് തീവ്രതകൾക്കിടയിൽ മനസ്സിൻ്റെ വ്യത്യസ്ത പ്രതികരണങ്ങൾക്ക് വിശാലമായ സാധ്യതകളുണ്ട്. ചില മനസ്സുകൾ വളരെ സ്വാഭാവികമായി പരസ്പരം പൊരുത്തപ്പെടുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെയുള്ള പ്രണയം ഇത്തരത്തിൽ സമ്പർക്കത്തിൻ്റെ അനിവാര്യമായ അനന്തരഫലമാണ്. ഇത്തരമൊരു അനുഭവം ആർക്കാണ് അറിയാത്തത്? മറ്റ് സന്ദർഭങ്ങളിൽ മനസ്സുകൾ വളരെ വിരുദ്ധമാണ്. ആദ്യ മീറ്റിംഗിൽ തന്നെ അക്രമാസക്തമായ പരസ്പരം അനിഷ്ടം പ്രകടമാകുന്നു. ഈ പരിണാമം ഒരു വാക്കുപോലും സംസാരിക്കാതെയും സ്നേഹത്തിനും വെറുപ്പിനും കാരണമാകാവുന്ന സാധാരണ കാരണങ്ങളുടെ ചെറിയ സൂചനകൾ പോലുമില്ലാതെയും സംഭവിക്കുന്നു. മനസ്സ് ഈഥറിന് സമാനമായ ഒരു ദ്രവം അല്ലെങ്കിൽ പദാർത്ഥം, അതുമല്ലെങ്കിൽ ഊർജം കൊണ്ട് നിർമ്മിതമാകാൻ വളരെ സാധ്യതയുണ്ട്. അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും വിളിക്കുക. രണ്ട് മനസ്സുകൾ പരസ്പരം അടുത്തു വരുമ്പോൾ ഈ മൈൻഡ് സ്റ്റഫിൻ്റെ യൂണിറ്റുകളുടെ മിശ്രിതം ഒരു രാസപ്രവർത്തനം സ്ഥാപിക്കുകയും കമ്പനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ട് വ്യക്തികളെയും ഒന്നുകിൽ സുഖകരമായി ബാധിക്കുന്നു, അല്ലെങ്കിൽ അരോചകമായി ബാധിക്കുന്നു. രണ്ട് മനസ്സുകളുടെ കൂടിച്ചേരലിൻ്റെ ഫലം ഏറ്റവും സാധാരണമായ നിരീക്ഷകന് പോലും വ്യക്തമാണ്. എല്ലാ ഫലത്തിനും ഒരു കാരണമുണ്ടായിരിക്കണം. അടുത്തിടപഴകിയ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള മാനസിക ഭാവത്തിലെ മാറ്റത്തിന് കാരണം പുതിയ ആ സമ്പർക്കത്തോട് സ്വയം പുനഃക്രമീകരിക്കുന്ന പ്രക്രിയയിൽ ഓരോ മനസ്സിൻ്റെയും ഇലക്ട്രോണുകളുടെയോ യൂണിറ്റുകളുടെയോ അസ്വസ്ഥതയാണ് എന്ന് സംശയിക്കുന്നതിനേക്കാൾ ന്യായമായ മറ്റെന്താണുള്ളത്? ഈ പാഠം സുസ്ഥിരമായ അടിത്തറയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് മനസ്സുകളുടെ കൂടിക്കാഴ്ചയോ അടുത്ത സമ്പർക്കമോ ആ ഓരോ മനസ്സിലും ഒരു പ്രത്യേക പ്രഭാവം അല്ലെങ്കിൽ മാനസികാവസ്ഥ സജ്ജീകരിക്കുന്നുവെന്ന് സമ്മതിച്ചുകൊണ്ട് നമ്മൾ വിജയത്തിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ആ മാറ്റം അവ പരസ്പരം ബന്ധപ്പെടുന്നതിന് തൊട്ടു മുൻപ് നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന വാസ്തവവും നാം അറിഞ്ഞു. അത് അഭികാമ്യമാണെങ്കിലും മനസ്സിൻ്റെ ഈ പ്രതികരണത്തിൻ്റെ കാരണം എന്താണെന്നറിയേണ്ടത് അത്യാവശ്യമല്ല. എല്ലാ സന്ദർഭങ്ങളിലും ഈ പരസ്പര പ്രതികരണം നടക്കുന്നു എന്നത് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ്. അത് നമുക്കൊരു ആരംഭം നൽകുന്നു. അതിൽ നിന്ന് മാസ്റ്റർ മൈൻഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. രണ്ടോ അതിലധികമോ മനസ്സുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലൂടെയോ സമന്വയിപ്പിക്കുന്നതിലൂടെയോ ഒരു മാസ്റ്റർ മൈൻഡ് സൃഷ്ടിക്കപ്പെടാം. ഈ സംയോജനത്തിൽ നിന്ന് മനസ്സിൻ്റെ രസതന്ത്രം ഒരു മൂന്നാം മനസ്സിനെ സൃഷ്ടിക്കുന്നു. അതൊന്നോ അതിലധികമോ വ്യക്തിഗത മനസ്സുകൾക്കായി സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം. വ്യക്തിഗത മനസ്സുകൾ തമ്മിലുള്ള സൗഹൃദപരവും യോജിപ്പുള്ളതുമായ സഖ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മാസ്റ്റർ മൈൻഡ് സാധ്യമാകും. ആ സൗഹൃദ സഖ്യം തകരുന്ന നിമിഷം അതിൻ്റെ മുൻ നിലനിൽപ്പിൻ്റെ എല്ലാ തെളിവുകളും അപ്രത്യക്ഷമാവുകയും ചെയ്യും. മനസ്സിൻ്റെ രസതന്ത്രത്തിൻ്റെ ഈ തത്വമാണ് പ്രായോഗികമായി ആത്മസഖി, പ്രാണപ്രിയൻ, ത്രികോണപ്രണയം എന്നൊക്കെ വിളിക്കപ്പെടുന്ന എല്ലാ കേസുകളുടെയും അടിസ്ഥാന കാരണവും. അതിനാൽ അവയിൽ പലതും നിർഭാഗ്യവശാൽ വിവാഹമോചന കോടതികളിൽ പ്രവേശിക്കുകയും അറിവില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമായവരുടെ ജനപ്രിയമായ പരിഹാസങ്ങൾ നേരിടുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഏറ്റവും മഹത്തായ നിയമങ്ങളിൽ ഒന്നിൽ നിന്ന് അശ്ലീലതയും അപവാദവും ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ പരിഹാസപ്രിയർ. വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ 2-3 വർഷത്തെ സഹവാസം പലപ്പോഴും വളരെയധികം നിസ്സാര സ്വഭാവമുള്ള വിയോജിപ്പുകളാൽ അടയാളപ്പെടുത്താവുന്നതാണെന്ന് മുഴുവൻ പരിഷ്കൃത ലോകത്തിനും അറിയാം.
ഇത് ക്രമീകരണത്തിൻ്റെ വർഷങ്ങളാണ്. വിവാഹം അവയെയെല്ലാം അതിജീവിക്കുകയാണെങ്കിൽ അതൊരു സ്ഥിരമായ സഖ്യമായി മാറുകയും ചെയ്യും. ഈ വസ്തുതകൾ അനുഭവപരിചയമുള്ള ഒരു വിവാഹിതനും നിഷേധിക്കുകയില്ല. വീണ്ടും നമ്മൾ കാരണം മനസ്സിലാക്കാതെ ഫലം കാണുന്നു. മറ്റ് കാരണങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായി വിവാഹത്തിൻ്റെ ഈ ആദ്യ വർഷങ്ങളിലെ യോജിപ്പില്ലായ്മയ്ക്ക് കാരണം മനസ്സുകളുടെ രസതന്ത്രം യോജിപ്പിൽ ഇണങ്ങുന്നതിലെ മന്ദതയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മനസ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇലക്ട്രോണുകളോ ഊർജത്തിൻ്റെ യൂണിറ്റുകളോ ആദ്യ സമ്പർക്കത്തിൽ പലപ്പോഴും വളരെ സൗഹാർദ്ദപരമോ വിരുദ്ധമോ അല്ല. പക്ഷേ നിരന്തരമായ കൂട്ടുകെട്ടിലൂടെ അവർ ക്രമേണ യോജിപ്പിൽ പൊരുത്തപ്പെടുന്നു. അപൂർവ സന്ദർഭങ്ങളിൽ ഈ യോജിപ്പിന് വിപരീത ഫലമുണ്ടാവുകയും ആത്യന്തികമായി ഈ യൂണിറ്റുകൾ തമ്മിലുള്ള ശത്രുതയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരാണും പെണ്ണും 10-15 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം അവർ പരസ്പരം പ്രായോഗികമായി ഒഴിച്ചുകൂടാനാവാത്തവരായി മാറുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രണയമെന്ന മാനസികാവസ്ഥയുടെ ചെറിയ തെളിവുകൾ പോലും അവിടെ ഇല്ലായിരിക്കാം. ഈ കൂട്ടുകെട്ടും ലൈംഗിക ബന്ധവും രണ്ട് മനസ്സുകൾക്കിടയിൽ സ്വാഭാവികവും അടുപ്പവും വളർത്തിയെടുക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് രണ്ട് വ്യക്തികളും സമാനമായ മുഖഭാവവും കൈക്കൊള്ളാനും മറ്റു പല അടയാളങ്ങളോടും കൂടി പരസ്പരം സാമ്യപ്പെടുത്താനും ഇത് കാരണമാകുന്നു. മനുഷ്യപ്രകൃതിയെ മനസ്സിലാക്കുന്നതിൽ കഴിവുള്ള ഏതൊരു വിശകലന വിദഗ്ധനും അപരിചിതരായ ആളുകളുടെ കൂട്ടത്തിലേക്ക് പോയി ഭർത്താവിനെ പരിചയപ്പെട്ടതിന് ശേഷം അയാളുടെ ഭാര്യയെ കണ്ടെത്താനാകും. കണ്ണുകളുടെ ഭാവം, മുഖങ്ങളുടെ രൂപരേഖ, ദാമ്പത്യത്തിൽ ദീർഘകാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ശബ്ദത്തിൻ്റെ രീതികളെല്ലാം ക്രമേണ സമാനമാകുന്നു. മനുഷ്യ മനസ്സിൻ്റെ രസതന്ത്രത്തിൻ്റെ അറിവുകൊണ്ട് അനുഭവപരിചയമുള്ള ഏതൊരു പൊതുപ്രഭാഷകനും തൻ്റെ പ്രസ്താവനകൾ പ്രേക്ഷകർ സ്വീകരിക്കുന്ന രീതിയെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ശത്രുത അല്ലെങ്കിൽ വിരോധത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നും രേഖപ്പെടുത്തണമെന്നും പഠിച്ചിട്ടുള്ള ഒരു പ്രഭാഷകന് 1000 വരുന്ന സദസ്സിൽ ഒരാളുടെ മനസ്സിലുള്ള വിരോധം പെട്ടെന്ന് കണ്ടെത്താനാകും. മാത്രമല്ല, തൻ്റെ സദസ്സിലുള്ളവരുടെ മുഖത്തെ ഭാവങ്ങൾ നിരീക്ഷിക്കാതെയോ ഒരു തരത്തിലും അതിനാൽ സ്വാധീനിക്കപ്പെടാതെയോ പൊതുപ്രഭാഷകന് ഈ വ്യാഖ്യാനങ്ങൾ നടത്താനാകും. ഈ വസ്തുത നിമിത്തം ഒരു സദസ്സിനൊരു ശബ്ദമുണ്ടാക്കാതെയും മുഖത്ത് സംതൃപ്തിയുടെയോ അസംതൃപ്തിയുടെയോ ഒരു ഭാവം പോലും ഉണ്ടാക്കാതെയും ഒരു പ്രസംഗകനെ പ്രസംഗകലയുടെ വലിയ ഉയരത്തിലേക്ക് ഉയർത്താനും പരാജയത്തിലേക്ക് തള്ളിയിടാനും കഴിയും. വാങ്ങുന്നയാൾ പറയുന്നത് കൊണ്ടല്ല, മറിച്ച് വാങ്ങുന്നയാളുടെ മാനസികാവസ്ഥയും പ്രതികരണങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഒരു ഡീൽ അവസാനിപ്പിക്കാനുള്ള ശരിയായ നിമിഷം ഒരു നല്ല വിൽപ്പനക്കാരൻ മനസ്സിലാക്കുക. വാക്കുകൾ പലപ്പോഴും അവ സംസാരിക്കുന്നവരുടെ ഉദ്ദേശ്യങ്ങളെ നിരാകരിക്കുന്നു. പക്ഷേ മനസ്സിൻ്റെ രസതന്ത്രത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം അത്തരമൊരു സാധ്യതയ്ക്കൊരു പഴുതും അവശേഷിപ്പിക്കുന്നില്ല. വിൽപ്പനയുടെ അവസാന ഘട്ടത്തിൽ നിഷേധാത്മക മനോഭാവത്താൽ സ്വാധീനിക്കപ്പെടുന്ന ശീലം ഭൂരിഭാഗം വാങ്ങുന്നവർക്കുമുണ്ടെന്ന് എല്ലാ കഴിവുള്ള വിൽപ്പനക്കാരനും അറിയാം. കഴിവുള്ള ഓരോ അഭിഭാഷകനും ഒരു 6ാം ഇന്ദ്രിയം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലൂടെ കള്ളം പറയുന്ന മിടുക്കനായ ഒരു സാക്ഷിയുടെ ഏറ്റവും കലാപരമായി തിരഞ്ഞെടുത്ത വാക്കുകളിലൂടെ തന്നെ സാക്ഷിയുടെ മനസ്സിലുള്ളത് മനസ്സിൻ്റെ രസതന്ത്രത്തിലൂടെ ശരിയായി വ്യാഖ്യാനിക്കാൻ അതവരെ പ്രാപ്തരാക്കുന്നു. ഈ കഴിവിൻ്റെ യഥാർത്ഥ ഉറവിടമറിയാതെയാണ് പല അഭിഭാഷകരും ഈ കഴിവ് വികസിപ്പിച്ചെടുത്തത്. ഏതിനെയാണ് ഇത് അടിസ്ഥാനമാക്കുന്നതെന്നുള്ള ശാസ്ത്രീയമായ ധാരണയില്ലാതെയാണ് അവർ ഈ വിദ്യ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. പല സെയിൽസ്മാൻമാരും ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിൻ്റെ രസതന്ത്രം ശരിയായി മനസ്സിലാക്കുന്ന കലയിൽ കഴിവുള്ള ഒരാൾക്ക് ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു നിശ്ചിത മനസ്സിൻ്റെ മാളികയുടെ മുൻവാതിലിലൂടെ നടന്ന് മുഴുവൻ കെട്ടിടവും സാവകാശത്തിൽ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തി കെട്ടിടത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ പൂർണ്ണ ചിത്രവുമായി പുറത്തേക്കിറങ്ങാം. താനൊരു സന്ദർശകനെ രസിപ്പിച്ചു എന്നൊന്നും അതിൻ്റെ ഉടമസ്ഥൻ അറിയാതെ തന്നെയാണിതെല്ലാം സംഭവിക്കുന്നത്. കൃത്യമായ ചിന്ത എന്ന പാഠത്തിൽ മനസ്സിൻ്റെ രസതന്ത്രത്തെ പരാമർശിച്ചുകൊണ്ട് ഈ തത്വം വളരെ പ്രായോഗികമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ പാഠത്തിൻ്റെ പ്രധാന തത്വങ്ങളിലേക്കുള്ള ഒരു സമീപനമെന്ന നിലയിൽ മാത്രമാണ് ഈ തത്വം പരാമർശിക്കപ്പെടുന്നത്. മനസ്സിൻ്റെ രസതന്ത്രം എന്ന തത്വം അവതരിപ്പിക്കാൻ വേണ്ടത്ര കാര്യങ്ങൾ ഇതിനകം പ്രസ്താവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ സ്വന്തം ദൈനംദിന അനുഭവങ്ങളുടെയും യാദർച്ഛിക നിരീക്ഷണങ്ങളുടെയും സഹായത്തോടെ ഇത് തെളിയിക്കാനാകും. രണ്ട് മനസ്സുകൾ പരസ്പരം അടുത്തു വരുന്ന നിമിഷം രണ്ടിലും ശ്രദ്ധേയമായ ഒരു മാനസിക മാറ്റം സംഭവിക്കുന്നു. ചിലപ്പോൾ ശത്രുതയുടെ സ്വഭാവത്തിലും മറ്റു ചിലപ്പോൾ സൗഹൃദത്തിൻ്റെ സ്വഭാവത്തിലും ഇത് വെളിപ്പെടുന്നു. ഓരോ മനസ്സിനും ഒരു വൈദ്യുത മണ്ഡലം എന്ന് വിളിക്കപ്പെടാവുന്ന ഒന്നുണ്ട്. വ്യക്തിയുടെ മനസ്സിൻ്റെ ഭാവം മാറുന്നതിനനുസരിച്ചും
ഈ മണ്ഡലത്തെ സൃഷ്ടിക്കുന്ന മനസ്സിന്റെ രസതന്ത്രത്തിന്റെ പ്രകൃതമനുസരിച്ചും ഈ മണ്ഡലത്തിന്റെ സ്വഭാവം വ്യത്യാസപ്പെടുന്നു. ഏതൊരു വ്യക്തിയുടെയും മനസ്സിന്റെ രസതന്ത്രത്തിന്റെ സാധാരണമോ സ്വാഭാവികമോ ആയ അവസ്ഥ അവന്റെ ഭൗതിക പാരമ്പര്യത്തിന്റെയും ആ മനസ്സിൽ മേൽക്കൈയുള്ള ചിന്തകളുടെ സ്വഭാവത്തിന്റെയും ഫലമാണെന്ന് ഈ എഴുത്തുകാരൻ വിശ്വസിക്കുന്നു. വ്യക്തിയുടെ തത്വചിന്തയും പൊതുചിന്താശീലങ്ങളും അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിന്റെ രസതന്ത്രത്തെ മാറ്റുന്നതിനൊപ്പം ഓരോ മനസ്സും തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ തത്വങ്ങൾ ശരിയാണെന്ന് രചയിതാവ് വിശ്വസിക്കുന്നു. ഏതൊരു വ്യക്തിക്കും അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിന്റെ രസതന്ത്രം സ്വമേധയാ മാറ്റിമറിക്കാനാവും. അങ്ങനെ ചെയ്താൽ ആ വ്യക്തിയോട് സമ്പർക്കം പുലർത്തുന്നവരെ ഒന്നുകിൽ അത് ആകർഷിക്കും അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുമെന്നത് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മറ്റുള്ളവരെ ആകർഷിക്കുകയോ പ്രസാദിപ്പിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുകയും ശത്രുവാക്കുകയും ചെയ്യുന്ന ഒരു മാനസിക ഭാവം സ്വീകരിക്കാം. ഇത് സംഭവിക്കുന്നത് വാക്കുകളുടെയോ മുഖഭാവത്തിൻ്റെയോ മറ്റു തരത്തിലുള്ള ശാരീരിക ചലനങ്ങളുടെയോ പെരുമാറ്റത്തിൻ്റെയോ സഹായമില്ലാതെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മാസ്റ്റർ മൈൻഡ് എന്നതിൻ്റെ നിർവചനത്തിലേക്ക് തിരികെ എത്താം. പൂർണ്ണമായ ലയത്തിൻ്റെ ആത്മാവിൽ രണ്ടോ അതിലധികമോ മനസ്സുകളുടെ സമന്വയത്തിലും ഏകോപനത്തിലും വളരുന്ന ഒരു മനസ്സ് മാസ്റ്റർ മൈൻഡ് പരിപൂർണമായ ലയം അഥവാ പൊരുത്തം എന്ന ഘടകത്തിൻ്റെ അസാന്നിധ്യത്തിൽ രണ്ട് മനസ്സുകൾ യോജിപ്പിലെത്തുകയോ പരസ്പരം സഹകരിക്കുകയോ ചെയ്യില്ല. പ്രായോഗികമായി എല്ലാ ബിസിനസ്സുകളുടെയും സാമൂഹിക പങ്കാളിത്തങ്ങളുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും രഹസ്യമിതാണ്. ഓരോ സെയിൽസ് മാനേജരും ഓരോ സൈനിക കമാൻഡറും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഓരോ നേതാവും വിജയം കൈവരിക്കുന്നതിനുള്ള പൊതുവായ ധാരണയുടെയും സഹകരണത്തിൻ്റെയും ആത്മാവിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കുന്നു. വ്യക്തിഗത മനസ്സുകൾ അച്ചടക്കത്തിലൂടെ സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിതമായി ഒരു മാസ്റ്റർ മൈൻഡായി സ്വയം ലയിക്കുന്നു. അവിടെ ഓരോ മനസ്സിൻ്റെയും വ്യത്യസ്ത രസതന്ത്രങ്ങൾ മാറി ഒന്നായി പ്രവർത്തിക്കുന്നു. നേതൃത്വത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെപ്പോലെ തന്നെ ഈ കലർത്തൽ പ്രക്രിയ നടക്കുന്ന രീതികൾ നിരവധിയാണ്. അനുയായികളുടെ മനസ്സിനെ ഏകോപിപ്പിക്കുന്നതിന് ഓരോ നേതാവിനും അവരുടേതായ രീതികളുണ്ട്. ഒരാൾ ബലം പ്രയോഗിക്കും, മറ്റൊരാൾ അനുനയിപ്പിക്കാൻ തന്ത്രം ഉപയോഗിക്കുന്നു. ഒരാൾ ശിക്ഷയെ ഭയന്ന് കൂടെ കൂടുമ്പോൾ മറ്റൊരാൾ പ്രതിഫലങ്ങളിൽ വീഴുന്നു. ലഭിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ വ്യക്തിഗത മനസ്സിനെ അവർ ആൾക്കൂട്ട പൊതുമനസ്സിലേക്ക് ലയിപ്പിക്കുന്നു. രാഷ്ട്രതന്ത്രം, രാഷ്ട്രീയം, ബിസിനസ് അല്ലെങ്കിൽ ധനകാര്യം എന്നിവയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തികളുടെ മനസ്സിനെ ഒരു ബഹുജന മനസ്സിലേക്ക് ലയിപ്പിക്കുന്ന പ്രക്രിയയിൽ ഈ മേഖലകളിലെ നേതാക്കൾ ഉപയോഗിക്കുന്ന സാങ്കേതിക കണ്ടെത്തുന്നതിന് ഒരു വിദ്യാർത്ഥിക്ക് ആഴത്തിൽ അന്വേഷിക്കേണ്ടതില്ല. മനസ്സിന്റെ രസതന്ത്രത്തിന്റെ പിന്നിലെ തത്വം. ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ നേതാക്കൾക്ക് മറ്റു മനസ്സുകളെ ആകർഷിക്കുന്നതിനുള്ള ഒരു ന്യൂക്ലിയസ് എന്ന നിലയിൽ അനുകൂലമായ മനസ്സിന്റെ രസതന്ത്രത്തിന്റെ സംയോജനത്തോടെ പ്രകൃതി ആനുകൂല്യം നൽകിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ കാന്തിക തരംഗം അതിനോട് സമ്പർക്കം പുലർത്തുന്ന മറ്റു മനസ്സുകളുടെ ഉടമകളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും എന്നതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് നെപ്പോളിയൻ. നെപ്പോളിയന്റെ മനസ്സിന്റെ രസതന്ത്രത്തിൽ നിന്ന് നേരിട്ടുടലെടുത്ത വ്യക്തിത്വത്തിന്റെ അതിശക്തമായ ആകർഷണം കാരണം സൈനികർ അവരുടെ മരണത്തിലേക്ക് മനസ്സോടെ അദ്ദേഹത്തെ അനുഗമിച്ചു. ആ ഗ്രൂപ്പിലെ വ്യക്തികളിൽ ഒരാൾക്ക് അങ്ങേയറ്റം നിഷേധാത്മകവും മറ്റുള്ളവരെ അകറ്റുന്നതുമായ മനസ്സുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ഒരു കൂട്ടം മനസ്സിനെ ഒരു മാസ്റ്റർ മൈൻഡായി ലയിപ്പിക്കാൻ കഴിയില്ല. നിഷേധാത്മകവും ഗുണാത്മകവുമായ മനസ്സുകൾ ഇവിടെ മാസ്റ്റർ മൈൻഡ് എന്ന് വിവരിക്കുന്ന അർത്ഥത്തിൽ പരസ്പരം ലയിക്കില്ല. ഈ വസ്തുതയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് മറ്റു വിധത്തിൽ കഴിവുള്ള പല നേതാക്കളുടെയും തോൽവിക്കിടയാക്കിയത്. മൈൻഡ് കെമിസ്ട്രിയുടെ ഈ തത്വം മനസ്സിലാക്കുന്ന കഴിവുള്ള ഏതൊരു നേതാവിനും പ്രായോഗികമായി ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ മനസ്സിനെ താൽക്കാലികമായി ലയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ അത് താൽക്കാലികമായി ഒരു ബഹുജന മനസ്സിനെ പ്രതിനിധീകരിക്കും. പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് ആ നേതാവിൻ്റെ സാന്നിധ്യം നീക്കം ചെയ്യപ്പെടുന്ന നിമിഷം തന്നെ ആ ഘടന ശിഥിലമാകും. ഏറ്റവും വിജയകരമായി പ്രവർത്തിച്ചു പോരുന്ന ലൈഫ് ഇൻഷുറൻസ് സെയിൽസ് ഓർഗനൈസേഷനുകളും മറ്റ് സെയിൽസ് ഫോഴ്സും ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ കൂടുതൽ പതിവായി മീറ്റിങ്ങുകൾ കൂടി വരുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? പരിമിതമായ ദിവസങ്ങളിലേക്കാണെങ്കിലും വ്യക്തി മനസ്സുകളെ ഒരു മാസ്റ്റർ മൈൻഡിലേക്ക് ലയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോയാൽ അത് വ്യക്തി മനസ്സുകൾക്ക് ഉത്തേജനമായി ഭവിക്കും. പെപ്പ് മീറ്റിങ്ങുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ മീറ്റിങ്ങുകളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഈ ഗ്രൂപ്പുകളുടെ നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നത്
പൊതുവെ സത്യമായിരിക്കാം. അത്തരം മീറ്റിങ്ങുകളുടെ പതിവ് രീതി സാധാരണയായി ഗ്രൂപ്പിലെ നേതാവും മറ്റംഗങ്ങളും പരസ്പരം സംസാരിക്കുന്നു. ഇടയ്ക്കിടെ ഗ്രൂപ്പിന് പുറത്തുള്ള ഒരാളും ഇതിൽ പങ്കാളിയാകുന്നു. ഈ വേളയിൽ വ്യക്തികളുടെ മനസ്സ് പരസ്പരം ബന്ധപ്പെടുകയും റീചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ മസ്തിഷ്കം ഒരു വൈദ്യുത ബാറ്ററിയുമായി താരതമ്യപ്പെടുത്താം. അത് തളർന്നു പോവുകയോ ചാർജ് കുറഞ്ഞു പോവുകയോ ചെയ്യാം. അതോടെ അതിൻ്റെ ഉടമയ്ക്ക് നിരാശയും നിരുത്സാഹവും ചുണയില്ലായ്മയും അനുഭവപ്പെടും. അത്തരമൊരു വികാരം ഒരിക്കലും ഉണ്ടാകാത്ത ഭാഗ്യവാനായി ആരാണുള്ളത്? മനുഷ്യ മസ്തിഷ്കം ഇത്തരത്തിൽ ശോഷിച്ച അവസ്ഥയിലേക്കെത്തുമ്പോൾ അതിനെ റീചാർജ് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ഊർജ്ജസ്വലമായ മനസ്സുമായോ മനസ്സുകളുമായോ ഉള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ റീചാർജ് നിർവഹിക്കപ്പെടേണ്ടത്. ഈ റീചാർജ് പ്രക്രിയയുടെ ആവശ്യകത മഹത്തുക്കളായ നേതാക്കൾ മനസ്സിലാക്കുന്നു. അതിലുപരിയായി ഈ ഫലം എങ്ങനെ കൈവരിക്കാമെന്നവർ മനസ്സിലാക്കുന്നു. ഈ അറിവാണ് ഒരു നേതാവിനെ അനുയായിയിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാന സവിശേഷത. ആനുകാലികമായി കൂടുതൽ സജീവമായി മനസ്സുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മസ്തിഷ്കത്തെ സജീവമാക്കുന്നതിനോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്നതിനോ കഴിയുമെന്ന തത്വം മനസ്സിലാക്കുന്ന വ്യക്തി ഭാഗ്യവാനാണ്. പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക സമ്പർക്കം ഒരു മനസ്സിനെ റീചാർജ് ചെയ്യിപ്പിക്കുവാൻ കഴിയുന്ന ഉത്തേജനങ്ങളിൽ ഏറ്റവും ഫലപ്രദമാണ്. മറ്റേതു തരത്തിലുള്ള ലൈംഗിക ബന്ധവും മനസ്സിനെ വികലമാക്കുന്നതാണ്. സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ കഴിവുള്ള ഏതൊരു പരിശീലകനും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തലച്ചോറിനെ റീചാർജ് ചെയ്യാൻ കഴിയും. ശോഷിച്ച മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഉപാധിയെന്ന നിലയിൽ നാം കണ്ട ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള ഹ്രസ്വമായ പരാമർശത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് മറ്റൊന്ന് സൂചിപ്പിക്കട്ടെ. എല്ലാ മഹത്തുക്കളായ നേതാക്കളും അവർ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ ഉയർന്നു വന്നവരാണെങ്കിലും അവരെല്ലാം തന്നെ ഉയർന്ന ലൈംഗിക സ്വഭാവം പുലർത്തിയിരുന്നവരാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സെക്സ് എന്ന വാക്ക് അസഭ്യപദമല്ല. എല്ലാ നിഘണ്ടുക്കളിലും നിങ്ങൾക്കത് കാണാം. ഒരു വ്യക്തിയുടെ മസ്തിഷ്ക ശോഷണം സംഭവിക്കുകയോ വൈകല്യം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാ രോഗങ്ങളും ആരംഭിക്കുന്നു എന്ന സിദ്ധാന്തം അംഗീകരിക്കാനുള്ള പ്രവണത മികച്ച ഫിസിഷ്യന്മാരുടെയും മറ്റ് ആരോഗ്യ പരിശീലകരുടെയും ഭാഗത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പൂർണ്ണമായ ഊർജ്ജസ്വലമായ മസ്തിഷ്കമുള്ള ഒരു വ്യക്തി പ്രായോഗികമായി പൂർണ്ണമായും അല്ലെങ്കിലും എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും പ്രതിരോധശേഷിയുള്ളവനാണെന്നത് അറിയപ്പെടുന്ന വസ്തുതയാണ്. പ്രകൃതിക്കല്ലെങ്കിൽ മനസ്സിന് ആവശ്യമായ ഘട്ടങ്ങളിൽ രോഗങ്ങളെ ഭേദമാക്കാനുള്ള കഴിവുണ്ടെന്ന് എല്ലാ ബുദ്ധിമാന്മാരായ ആരോഗ്യ പരിശീലകർക്കും അറിയാവുന്ന വിവരമാണ്. മരുന്നുകൾ, വിശ്വാസം, കൈകളിൽ വയ്ക്കുന്ന വിശ്വാസ രീതി, കൈറോപ്രാക്റ്റിക്, ഓസ്റ്റിയോപ്പതി എന്നിവയും മറ്റെല്ലാത്തരം ബാഹ്യ ഉത്തേജകങ്ങളും പ്രകൃതിക്ക് നൽകുന്ന കൃത്രിമ സഹായങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ ശരിയായി പറഞ്ഞാൽ, ഈ രീതികൾ ശരീരത്തിലെ കോശങ്ങളെ പുനഃക്രമീകരിക്കുന്നതിനും തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും മനുഷ്യവ്യവസ്ഥയുടെ സാധാരണ പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്നതിനും മനസ്സിൻ്റെ രസതന്ത്രത്തെ സജീവമാക്കുന്നു. ഏറ്റവും യാഥാസ്ഥിതികനായ ഒരു പ്രാക്ടീഷണർ പോലും ഈ പ്രസ്താവനയുടെ സത്യം സമ്മതിക്കും. അപ്പോൾ മൈൻഡ് കെമിസ്ട്രിയിലെ ഭാവി സംഭവവികാസങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയായിരിക്കാം? മനസ്സുകളുടെ യോജിപ്പിൻ്റെ തത്വത്തിലൂടെ പൂർണ്ണ ആരോഗ്യം ആസ്വദിക്കാനാവും. ഇതേ തത്വത്തിൻ്റെ സഹായത്തോടെ ഓരോ വ്യക്തിയെയും നിരന്തരം അടിച്ചമർത്തുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മതിയായ ശക്തി വികസിപ്പിക്കാനും കഴിയും. ഈ നേട്ടങ്ങൾ ഏറെക്കുറെ ആകസ്മികമായ കണ്ടെത്തലുകളുടെയും മനസ്സുകളുടെ ആകസ്മികമായ ഗ്രൂപ്പുകളുടെയും ഫലമാണ് എന്ന വസ്തുത കണക്കിലെടുത്ത് മൈൻഡ് കെമിസ്ട്രിയുടെ മുൻകാല നേട്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് അതിൻ്റെ ഭാവി സാധ്യതകളെ നമുക്ക് വിലയിരുത്താം. സർവകലാശാലകളിലെ അധ്യാപകർ ഇപ്പോൾ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ മൈൻഡ് കെമിസ്ട്രി പഠിപ്പിക്കുന്ന സമയത്തിലേക്കാണ് നാം അടുക്കുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പഠനങ്ങളും പരീക്ഷണങ്ങളും ഒരു വിദ്യാർത്ഥിക്ക് സാധ്യതയുടെ പുതിയ കാഴ്ചപ്പാടുകൾ തുറന്നുകൊടുക്കുന്നു. ഓർമ്മിക്കേണ്ട പോയിന്റുകൾ: 1. നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിനുമിടയിൽ വരുന്ന 10 ദൗർബല്യങ്ങൾ. 2. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മാസ്റ്റർ മൈൻഡ് നിയമം പ്രയോഗിക്കുക. 3. മറ്റുള്ളവരുമായുള്ള അനുരഞ്ജന ചർച്ചകളുടെ കല പഠിക്കുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏറ്റെടുക്കുക. അധ്യായം 2. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തികൾ പര്യവേഷണം ചെയ്യാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നു. നീ ശരീരമുള്ള മനസ്സാണ്. നിങ്ങളൊരു മനസ്സായതിനാൽ നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ നിഗൂഢ ശക്തികൾ നിങ്ങൾക്കുണ്ട്.
നിങ്ങളുടെ മനസ്സിന്റെ ശക്തികൾ പര്യവേഷണം ചെയ്യാൻ ധൈര്യപ്പെടൂ. എന്തിനവയെ പര്യവേഷണം ചെയ്യണം? നിങ്ങൾക്കായി കാത്തിരിക്കുന്ന കണ്ടെത്തലുകൾ നിങ്ങൾ നടത്തുമ്പോൾ അവ നിങ്ങൾക്കായി നൽകും. 1. ശാരീരികവും മാനസികവും ധാർമ്മികവുമായ ആരോഗ്യം, സന്തോഷം, സമ്പത്ത്. 2. നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രയത്നമേഖലയിൽ വിജയം. 3. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ശക്തികളെ സ്വാധീനിക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ സമന്വയിപ്പിക്കുന്നതിനോ ഉള്ള ഒരു മാർഗം. അറിയപ്പെടുന്ന ഭൗതിക പ്രക്രിയകളുടെ മണ്ഡലത്തിന് പുറത്തു കിടക്കുന്ന എല്ലാ ഭൗതികേതര ശക്തികളെക്കുറിച്ചും അന്വേഷിക്കാൻ ധൈര്യപ്പെടുക. എങ്ങനെ പ്രയോഗിക്കണമെന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കവയെ ഉപയോഗിക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തീർച്ചയായും ആദ്യമായി ഒരു ടെലിവിഷൻ സെറ്റ് ഓണാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത്. ഒരു ചെറിയ കുട്ടിക്ക് അവൻ്റെ പ്രിയപ്പെട്ട ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് ട്യൂൺ ചെയ്യാൻ കഴിയും. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷന്റെ നിർമ്മാണത്തെക്കുറിച്ചോ അവൻ്റെ സ്വീകരണ സെറ്റിനെക്കുറിച്ചോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചോ അവൻ അറിയില്ല. പക്ഷെ അതെല്ലാം ശരിയാണ്. കാരണം വലത് നോബ് എങ്ങനെ തിരിക്കാം, അല്ലെങ്കിൽ വലത് ബട്ടൺ അമർത്താം തുടങ്ങിയ അറിയേണ്ട കാര്യങ്ങളെല്ലാം കുട്ടിക്കറിയാം. ഇതുവരെ സങ്കല്പിച്ചതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ ഇലക്ട്രിക്കൽ മെഷീനിൽ നിന്ന് നിങ്ങൾക്കാവശ്യമുള്ളത് ലഭിക്കാൻ വലത് നോബ് എങ്ങനെ തിരിക്കാം, അല്ലെങ്കിൽ വലത് ബട്ടൺ എങ്ങനെ അമർത്താമെന്നെല്ലാം നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ കാണാം. ഈ പ്രത്യേക യന്ത്രം ദൈവിക ശക്തിയുടെ മഹത്തായ കരകൗശലമാണെങ്കിലും അത് നിങ്ങൾക്ക് സ്വന്തവുമാണ്. എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്? ഇത് 80 ട്രില്യൺ ഇലക്ട്രിക്കൽ സെല്ലുകൾ ഉൾക്കൊള്ളുന്നു. സ്വാഭാവികമായും ഇതിന് നിരവധി ഘടകങ്ങളുണ്ട്. ഓരോ ഭാഗവും ഒരു വൈദ്യുത സംവിധാനമാണ്. ഒരു ഭാഗം വൈദ്യുത വിസ്മയമാണ്. എന്നിട്ടും അതിൻ്റെ ഭാരം 50 ഔൺസ് മാത്രമാണ്. ഊർജം ഉൽപ്പാദിപ്പിക്കുകയും സ്വീകരിക്കുകയും രേഖപ്പെടുത്തുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്ന 10 ബില്യണിലധികം കോശങ്ങൾ ഇതിൻ്റെ സംവിധാനത്തിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ അത്ഭുതകരമായ യന്ത്രമേതാണ്? നിങ്ങളുടെ ശരീരം. ഒരു കയ്യോ കണ്ണോ നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളോ നഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളായി തന്നെ തുടരും. പിന്നെ എന്താണ് ആ വൈദ്യുത വിസ്മയം? അത് നിങ്ങളുടെ തലച്ചോറുമാണ്, നാഡീവ്യവസ്ഥയും. നിങ്ങളുടെ ശരീരം നിയന്ത്രിക്കപ്പെടുന്നതും നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നതുമായ ഒരു സംവിധാനമാണിത്. നിങ്ങളുടെ മനസ്സിനും ഭാഗങ്ങളുണ്ട്. ഒന്ന് ബോധമനസ്സ് എന്നും മറ്റൊന്ന് ഉപബോധ മനസ്സ് എന്നും അറിയപ്പെടുന്നു. അവ സമന്വയിക്കുന്നു. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ബോധമനസ്സിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ വളരെയധികം പഠിച്ചു. ആദിമ മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഉപബോധ മനസ്സിൻ്റെ നിഗൂഢ ശക്തികൾ മനഃപൂർവ്വം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അജ്ഞാതമായ ഈ വിശാല ഭൂമികയിൽ പര്യവേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് 100 വർഷത്തിൽ താഴെയേ ആയിട്ടുള്ളൂ. ഇന്നും ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളും മറ്റ് പ്രാകൃത ജനതകളും വളരെ വലിയ അളവിൽ ഈ ശക്തികളെ ഉപയോഗിക്കുന്നു. നമുക്ക് നമ്മുടെ പര്യവേഷണം ആരംഭിക്കാം. ദിവസം ചെല്ലുന്തോറും എല്ലാവിധത്തിലും ഞാൻ കൂടുതൽ സമ്പന്നനാവുകയാണ്. പരാജയത്തിൽ നിന്നും തോൽവികളിൽ നിന്നും വിജയത്തിലേക്കും നേട്ടങ്ങളിലേക്കുമുള്ള യാത്ര നടത്തിയ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബിൽ മക്കോളിനെ അനുഗമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 19-ാം വയസ്സിലാണ് ബിൽ സ്വന്തമായി ഒരു തുകൽ ബിസിനസ് ആരംഭിച്ചത്. അവൻ പരാജയപ്പെട്ടു. 21-ാം വയസ്സിൽ അദ്ദേഹം ഫെഡറൽ കോൺഗ്രസിലേക്ക് മത്സരിച്ചു. മറ്റൊരു പരാജയം കൂടി. ഇതവനെ തകർക്കുന്നതിന് പകരം ഇവയും മറ്റ് തോൽവികളും ഈ ഓസ്ട്രേലിയൻ യുവാവിൽ പ്രചോദനാത്മകമായ ഒരു അതൃപ്തി വളർത്തിയെടുത്തു. അങ്ങനെ അവൻ വിജയത്തിൻ്റെ നിയമങ്ങൾക്കായി തിരയാൻ തുടങ്ങി. ബിൽ മക്കാൾ സമ്പന്നനാകാൻ ആഗ്രഹിച്ചു. പ്രചോദനാത്മക പുസ്തകങ്ങളിൽ സമ്പത്ത് സമ്പാദിക്കുന്നതിനുള്ള നിയമങ്ങൾ കണ്ടെത്താമെന്ന് അദ്ദേഹം കരുതി. അതിനാൽ ലൈബ്രറിയിലെ പ്രചോദനാത്മക പുസ്തക വിഭാഗം പരിശോധിക്കുമ്പോൾ ചിന്തിക്കുക, സമ്പന്നനാകുക എന്ന തലക്കെട്ടിലായിരുന്നു ബില്ലിന് കൂടുതൽ കൗതുകം. അയാൾ പുസ്തകം കടം വാങ്ങി വായിക്കാൻ തുടങ്ങി. അവനത് വായിച്ചു, പിന്നെയും വായിച്ചു. 3-ാം പ്രാവശ്യവും അത് വായിച്ചെങ്കിലും ലോകത്തിലെ ഏറ്റവും ധനികരായ ചിലർ തങ്ങളുടെ സമ്പത്ത് സമ്പാദിച്ച തത്വങ്ങൾ എങ്ങനെ പ്രയോഗിക്കാമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ബിൽ മക്കാളിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, സിഡ്നിയിലെ ഒരു ബിസിനസ് സ്ട്രീറ്റിലൂടെ ഉദാസീനമായി നടക്കുന്നതിനിടയിൽ ഞാൻ 4-ാമത്തെ തവണയും തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം വായിക്കുകയായിരുന്നു. പിന്നീടത് സംഭവിച്ചു. പെട്ടെന്ന് സംഭവിച്ചു. ഒരു ഇറച്ചി മാർക്കറ്റിൻ്റെ ജനലിന് മുന്നിൽ നിന്ന് ഞാൻ തല ഉയർത്തി നോക്കി. ഒരു നിമിഷം എനിക്ക് പ്രചോദനത്തിൻ്റെ ഒരു മിന്നലുണ്ടായി. അദ്ദേഹം സംസാരം തുടർന്നുകൊണ്ട് പുഞ്ചിരിച്ചു. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു,
അതാണ്, എനിക്കത് കിട്ടി. എൻ്റെ വികാരപ്രകടനത്തിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതുവഴി കടന്നുപോയ ഒരു സ്ത്രീയും ഞെട്ടി. അവൾ നടത്തം നിർത്തി എന്നെ അത്ഭുതത്തോടെ നോക്കി. എൻ്റെ പുതിയ കണ്ടുപിടുത്തവുമായി ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. അവൻ ഗൗരവത്തിൽ തുടർന്നു, നിങ്ങൾ നോക്കൂ, ഞാൻ ഓട്ടോ സജഷൻ അഥവാ ആത്മനിർദ്ദേശം എന്ന തലക്കെട്ടിലുള്ള 4-ാം അധ്യായം വായിക്കുകയായിരുന്നു. ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനുള്ള മാധ്യമം എന്നതായിരുന്നു ഉപശീർഷകം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എമിൽ ക്യൂവിൻ്റെ സെൽഫ് മാസ്റ്ററി ത്രൂ കോൺഷ്യസ് ഓട്ടോ സജഷൻ എന്ന ചെറിയ പുസ്തകത്തിൽ നിന്ന് അച്ഛൻ ഉറക്കെ വായിച്ചതെന്നത് ഓർക്കുന്നു. എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു, ഓട്ടോ സജഷനിലൂടെ അഥവാ ആത്മനിർദ്ദേശത്തിലൂടെ വ്യക്തികളുടെ രോഗങ്ങളെ ഭേദമാക്കി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്നതിൽ വിജയിച്ചത് എമിൽ ക്യൂ ആണെങ്കിൽ, നിങ്ങളുടെ പുസ്തകത്തിലൂടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത് സമ്പത്ത് അല്ലെങ്കിൽ ഒരാൾ ആഗ്രഹിച്ചേക്കാവുന്ന മറ്റെന്തെങ്കിലും നേടുന്നതിനും ഓട്ടോ സജഷൻ അഥവാ ആത്മനിർദ്ദേശം എന്ന സമ്പ്രദായം ഉപയോഗിക്കാമെന്നാണ്. ആത്മനിർദ്ദേശത്തിലൂടെ സമ്പന്നനാകൂ, അതായിരുന്നു എൻ്റെ കണ്ടുപിടുത്തം. അതെനിക്കൊരു പുതിയ ആശയമായിരുന്നു. മെക്കാൾ പിന്നീട് തത്വങ്ങൾ വിവരിച്ചു. പുസ്തകത്തിൽ നിന്ന് തന്നെ അവ മനഃപ്പാഠമാക്കിയതായി തോന്നി. സൃഷ്ടിപരമായ സ്വഭാവത്തെക്കുറിച്ചുള്ള ചിന്തകൾ വഴി ഒരു വ്യക്തിക്ക് തൻ്റെ ഉപബോധ മനസ്സിനെ സ്വമേധയാ പോഷിപ്പിക്കാനുള്ള ഒരു നിയന്ത്രണ രീതിയാണ് ആത്മനിർദ്ദേശമെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ അവഗണനയിലൂടെ വിനാശകരമായ ചിന്തകളെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമ്പന്നമായ പൂന്തോട്ടത്തിലേക്ക് വഴി തുറന്നു വിടാനും അതിന് കഴിയുമെന്നും നിങ്ങൾക്കറിയാം. പണത്തിനായുള്ള നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ രേഖാമൂലമുള്ള ഒരു പ്രസ്താവന വളരെയേറെ വികാരത്തോടും ഏകാഗ്രമായ ശ്രദ്ധയോടും കൂടി നിങ്ങൾ ദിവസേന 2 തവണ ഉറക്കെ വായിക്കുകയും അതോടൊപ്പം നിങ്ങൾ ഇതിനകം പണം കൈവശം വെച്ചിരിക്കുന്നതായി കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ലക്ഷ്യത്തെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് ആശയവിനിമയം നടത്തുകയാണ് ചെയ്യുന്നത്. ഈ നടപടിക്രമത്തിൻ്റെ ആവർത്തനത്തിലൂടെ ആഗ്രഹത്തെ അതിൻ്റെ വാസ്തവത്തിലേക്ക്, അതായത് ധനലഭ്യതയിലേക്ക് മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് അനുകൂലമായ ചിന്താശീലങ്ങൾ നിങ്ങൾ സ്വമേധയാ സൃഷ്ടിക്കുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, പണബോധം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പ്രസ്താവന ഉറക്കെ വായിക്കുമ്പോൾ അത് വളരെയേറെ വികാരവായ്പോടെയും ശക്തമായ സംവേദനക്ഷമതയോടെയും വായിക്കണമെന്നത് ഏറെ പ്രധാനമാണ്. നിങ്ങളുടെ ആഗ്രഹം കത്തുന്ന ആഗ്രഹമായി മാറുന്നതുവരെ തന്നിരിക്കുന്ന ആഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നിങ്ങളുടെ മനഃശക്തിയെ ആശ്രയിച്ചിരിക്കും ഓട്ടോ സജഷൻ്റെ തത്വങ്ങൾ ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ കഴിവ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഓടിയതുകൊണ്ടുള്ള ശ്വാസം മുട്ടലിൽ ഞാൻ ഉടനെ ഡൈനിങ് ടേബിളിലിരുന്ന് ഇങ്ങനെ എഴുതി, എൻ്റെ പ്രധാന ലക്ഷ്യം 1960ഓടെ ഒരു കോടീശ്വരനാകുക എന്നതാണ്. അപ്പോഴും എന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം തുടർന്നു, ഒരു വ്യക്തിക്ക് എത്ര പണം വേണമെന്നും അത് എന്നേക്കുള്ളിൽ സമ്പാദിക്കണമെന്ന തീയതി നിശ്ചയിക്കണമെന്നും നിങ്ങൾ സൂചിപ്പിച്ചു.